നമ്മൾ വായിച്ച അതേ വേദഭാഗം പിന്നെയും വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പിന്നെ നമുക്ക് വായിക്കാം. മതി. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുകയും വലിയവനായ ദൈവം ഈ തിരുവചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ നിർബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം നോക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം നോക്കുമ്പോൾ, തിരുവചന സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്ത ജനമായ നാം എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആദാമിന്റെയും ഹവ്വായുടെയും ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവം കുറച്ചു നേരത്തേക്ക് ഏദൻ തോട്ടം വിട്ട് അല്പസമയത്തേക്ക് ഒന്ന് മാറിയതേ ഉള്ളൂ. നമുക്കറിയാം അവിടെ നടന്ന സംഭവം മനുഷ്യരാശിയെ എന്നേക്കുമായി ഉള്ള ആ വലിയ പാപത്തിലേക്ക് സാത്താൻ നടത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ സാഹചര്യങ്ങൾ, ഇന്ന് പകൽക്കാലം അതാണല്ലോ നമ്മൾ നിർത്തിയ ആ പോയിന്റ്. സാഹചര്യങ്ങളെ കൊണ്ട് ഇന്ന് എല്ലാവരിടത്തും നമ്മുടെ വിശ്വാസ ഗോളത്തിൽ പലരിടത്തും നാം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ സാഹചര്യങ്ങളെയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളോട് കൂടെയുണ്ട്. അതാണ് ബൈബിൾ. ഹല്ലേലൂയ. ബൈബിൾ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് സാഹചര്യം ഒരു പ്രശ്നമല്ല. അതിനുവേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് രാത്രികാലം അതോടുള്ള ബന്ധത്തിൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി ഇന്ന് രാത്രികാലമുള്ള ധ്യാനത്തിന് വേണ്ടി നമുക്ക് 1 പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ എന്റെ അനുഭവ സാക്ഷിയോട് ചേർന്ന് ഞാൻ ഈ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? അത് നാം ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കേണ്ടതാണ്. നാളെടുക്കും തോറും, കർത്താവിന്റെ വരവേറ്റം ആസന്നമാകുന്തോറും ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്, ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചത് എന്തിനാണ് എന്നുള്ള ആ യഥാർത്ഥ സത്യം നാം മനസ്സിലാക്കണം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകില്ല. എന്തിനാണ് നമ്മളെ വിളിച്ചത്? കർത്താവിന്റെ നിത്യരാജ്യത്തിൽ നാം പ്രവേശിക്കണം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതിന്റെ 1-ാം ഭാഗ്യം ഞാൻ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് ആരാണ്? യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ. ഈ ശിഷ്യനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം പറയുകയാണെങ്കിൽ, പത്രോസ് ജീവിതത്തിൽ തീക്ഷ്ണതയും സമർപ്പണവും ധൈര്യവും ഉള്ള ഒരു ശിഷ്യൻ. ഹല്ലേലൂയ. തീക്ഷ്ണതയും ധൈര്യവും സമർപ്പണവും ഉള്ള ഒരു ശിഷ്യൻ. पत्रस के बारे में ऐसे लिखा हुआ है, वो एक समर्पण पाया हुआ और एक जबरदस्त एक ऐसे शिष्य थे, वो जो कुछ उनके सामने आते हैं उनमें एक दृढ़ विश्वास उनके जीवन में. हालेलुया. सो इस कारण पत्रस को सारे शिष्यों के सामने सबसे आगे दिखाई देते थे. हालेलुया. किसी भी काम में अगर हम देखेंगे पत्रस आगे है. ദൈവമക്കളെ, നമ്മളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്.
ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. वो जो विश्वास हमें हमेशा होना चाहिए. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നാം തീർച്ചയായും യേശുവിനെ അനുഗമിക്കുന്നവരായി മാറും എന്നുള്ളത് കാണുവാൻ സാധിക്കും. अगर हम वो विश्वास में जिंदगी में हम यीशु मसीह के जो चेले बन जाते हैं. സോ യേശുവിന്റെ ശിഷ്യന്മാർ എപ്രകാരമായിരുന്നു എന്ന് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. यीशु मसीह के चेले कैसे थे हम पतरस के जीवन में हमें वो समझ में आ सकता है. എന്തിനും ധൈര്യവും സമർപ്പണവുമുള്ള ഒരു ശിഷ്യൻ. उसको हमेशा उद्दृढ़ विश्वास था उसके जिंदगी में और वो उसके लिए सब कुछ कर सकता था उसके लिए. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 120 പേര് മാളികയിൽ കാത്തിരുന്ന് അവരെ ലീഡ് ചെയ്യുവാൻ പത്രോസാണ് എഴുന്നേറ്റ് അവരെ ലീഡ് ചെയ്യുന്നത്. यीशु मसीह स्वर्ग में चला गया था जब पतरस ने आकर उस जो 120 जो लोग थे उनको उसको लीड किया है. ആരും അവിടെ പറഞ്ഞില്ല പത്രോസ് നീ എഴുന്നേറ്റ് ഇവരെ ലീഡ് ചെയ്യണേന്ന് അവരുടെ അടുത്ത് ആരും പറഞ്ഞില്ല. किसी ने भी नहीं बोला कि पतरस से कि पतरस तू लीड करो. അവർ മാളിക മുറിയിൽ കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ വാഗ്ദത്തം ദൈവം യേശു പറഞ്ഞിട്ട് പോയ ആ വാഗ്ദത്തം ആ ശക്തി പ്രാപിക്കുവാൻ അവർ 120 പേര് കാത്തിരിക്കുകയാണ്. 120 जो लोग थे वो पवित्र आत्मा के लिए पवित्र आत्मा की शक्ति प्राप्त करने के लिए वो बैठे हुए थे. എന്നാൽ അവരുടെ മധ്യയിൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് അവരെ ലീഡ് ചെയ്ത് അഭിഷേകത്തിലേക്ക് നടത്തുകയാണ്. जो पतरस थे वो खड़ा होकर जो उस 120 जनों को उनको लीड किया. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വലിയ ഡൈനാമിക് ആയി ശിഷ്യന്മാരുടെ മേൽ 120 മേൽ ആവസിച്ചപ്പോൾ കടന്നു വന്നപ്പോൾ നടന്ന ഒരു സംഭവം. जब पवित्र आत्मा की शक्ति जब इन लोगों के बीच में उतर आए അവിടെ 3000 പേര് സ്നാനപ്പെട്ടു. वहां पे 3000 लोग जो है बपतिस्मा लिए. ആ സ്നാന ശുശ്രൂഷയ്ക്കും പത്രോസാണ് ലീഡ് ചെയ്തത്. वो 3000 जो लोग बपतिस्मा लिए उसको भी लीड जो किया वो पतरस ने की थी. ഈ ധൈര്യം മറ്റെല്ലാ ശിഷ്യന്മാരെക്കാളിലും പത്രോസിന് എന്തുകൊണ്ടാണ് വന്നത്? ये जो समर्पण जो है जो पतरस के अंदर कैसे आया? അവൻ യഥാർത്ഥ ഒരു ശിഷ്യത്വം യേശുവിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. वो जो पतरस ने जो है वो खुदा से यीशु मसीह से वो जो दृढ़ निश्चय यीशु मसीह से पाया. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. यूहन्ना में जो लिखा है അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. यूहन्ना के 15 के 8 और 9 पढ़ेंगे तो ഞങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെ നമ്മൾ അവന്റെ ശിഷ്യന്മാരാകും? किस प्रकार हम यीशु मसीह के चेले बन सकते हैं? അധിക ഫലം കായ്ക്കുന്നവരായി തീരുമ്പോൾ जब हम यीशु मसीह के द्वारा जो फल जो हमारी जिंदगी में आते हैं. എന്തൊരു ഫലം എന്ന് നോക്കുമ്പോൾ അത് ആത്മീയ ഫലത്തെ കുറിച്ച് നമുക്ക് ഇവിടെ കാണിക്കുവാൻ ദൈവം ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. हम जब फल के बारे में आत्मिक फल के बारे में बोल रहा है. എന്താണ് ആത്മീയ ഫലം? आत्मिक फल क्या है? ഗലാത്യർ എഴുതിയ 5-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് ഇവിടെ കാണിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു ഫലം ഇന്ദ്രിയ ജയം. इसमें जो लिखा है हम अपने आप को जो स्वयं कंट्रोल करना. स्वयं नहीं स्वयं. ഇന്ദ്രിയ ജയം. ആത്മീയരായിരിക്കുന്ന ദൈവമക്കൾ, യേശുക്രിസ്തുവിനെ ഏറ്റ് ദൈവമക്കൾ, യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന ദൈവമക്കൾ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായി ഈ ഭൂമിയിൽ ആവശ്യമുള്ള ഒരു ഫ്രൂട്ട്, ഒരു ഫലം എന്താണെന്നറിയോ? ഇന്ദ്രിയ ജയം. ഇംഗ്ലീഷിലെ സെൽഫ് കൺട്രോൾ. ഈ ഇന്ദ്രിയ ജയം എന്ന ഫലം നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് സാഹചര്യങ്ങളെല്ലാം മറന്ന് ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിന്റെ കൂടെ കടന്നു പോകുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കും. ഞാനൊരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകനായിരുന്നു.
मैं एक पेंटिकोस्ट एक भवन में जन्म लिया हूँ। അതുകൊണ്ട് ഞാൻ യേശുവിന്റെ ശിഷ്യനായി തീർന്നില്ല. इसका मतलब नहीं कि मैं यीशु मसीह का चेला। ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഞാൻ ഒരു ശിഷ്യനായി തീർന്നില്ല. अगर मेरा जन्म और मेरा जन्म के पेंटिकोस्ट घर पे हुआ है, इसका मतलब ये नहीं कि मैं खुदा का चेला बन चुका हूँ। എനിക്ക് ഓർമ്മയുണ്ട്, കൂടുതലുള്ള മർത്തോമ ചർച്ചില് ഞങ്ങൾ ചേട്ടനിയന്മാരെല്ലാം കൂടെ കൂടി സൺഡേ സ്കൂളിൽ ഞങ്ങൾ അതിപ്രഭാതത്തിൽ കടന്നു പോകുന്ന ദൃശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. मैं सोच रहा हूँ कि जब मैं मार्थोमा चर्च था, कलीसिया में उसमें हम जाते थे, हम सारे मिलकर जाते थे, सब भाई बहन सब मिलकर जाते थे। അതുകൊണ്ട് ഞാൻ യേശുവിന്റെ ശിഷ്യനായി തീർന്നില്ല. इसका मतलब ये कि मैं भी यीशु मसीह का चेले बन चुका हूँ। എന്നാൽ യേശു എന്നെ സ്നേഹിച്ച് അവൻ എന്നെ തേടി വന്ന് അവൻ എന്നെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം, എന്റെ ഉള്ളത്തിൽ ഒരു മാറ്റം, ഒരു മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യത്വത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. यीशु मसीह का जो प्रेम हमारी जिंदगी में आए और जो हमें खुदा ने पूरी तरह बदलावट किया है, उसी तरह हम खुदा के चेले बनते हैं। രാത്രികാലം യേശുവിനെ സ്നേഹിക്കുന്നവരായിട്ടാണോ നാം കാണുന്നത്? अगर हम यीशु अपने आप को सोचो कि हम खुदा को प्रेम करते हैं क्या नहीं? മറ്റെല്ലാ ദേവതകളെക്കാട്ടിലും ദേവന്മാരെക്കാട്ടിലും യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? बाकी सब देवताओं से भी अलग खुदा यीशु मसीह में क्या है? നമ്മെ തേടി വന്ന ദൈവം. हमें ढूंढ कर आया है। മറ്റെല്ലാ ദൈവത്തെ നാം തേടി പോകണം. अब बाकी सारे देवताओं के पीछे हम जाना है। എന്നാൽ ദൈവം യേശു മനുഷ്യനെ തേടി വന്ന് രക്ഷിക്കുന്നു. यीशु मसीह जो है मनुष्य को ढूंढ कर आया है। ഇന്ന് രാത്രികാലവും നമ്മളെ തേടി വന്ന ദൈവമാണ് നമ്മുടെ മധ്യയിലിരിക്കുന്നത്. हमारा खुदा यीशु मसीह हमें ढूंढ कर आया है। ഈ ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? इस मसीह के लिए हम क्या कर सकते हैं? ഈ ദൈവം നമ്മെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും നാം മനസ്സിലാക്കണം. खुदा ने हमें क्यों बुलाया वो हम हमेशा हमें वो सोचना और जानना है। ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എന്ന് വെച്ചാൽ ദൈവത്തോട് യുഗാനുയുഗമായി വാഴുവാനാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. हमें खुदा ने इसलिए बुलाया कि हम हमारा जो जिंदगी है वो अनंत काल की जिंदगी खुदा के साथ रहने पाए। എന്റെ പാട്നയിലെ എന്റെ ഒരു എൽഡർ ഉണ്ട്, എന്റെ ഒരു വിശ്വാസിയുണ്ട്. पटना में मेरे एक चर्च में आने वाले एक विश्वासी हैं। ആ വിശ്വാസിയുടെ സാക്ഷ്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. मैं उनकी जो गवाही बताना चाहता हूँ। പാട്ന എയർപോർട്ടിന്റെ അടുത്ത് എന്റെ വീടാണ്. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തില് സിറ്റിയിൽ തന്നെ ഉള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ അവൻ ഒരു ഹനുമാൻ ടെമ്പിളിലെ പൂജാരിയായിരുന്നു. पटना से 10 किलोमीटर दूर में उनका एक हनुमान जो मंदिर में पुजारी थे। 10 കിലോമീറ്റർ ദൂരത്തിലാണ് അവന്റെ ഗ്രാമം. എന്നാൽ അവൻ പാട്നയിൽ നിങ്ങൾ വരുന്നെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ, പാട്ന റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടെമ്പിൾ ഉണ്ട്. അതിന്റെ പേരാണ് ഹനുമാൻ ടെമ്പിൾ. पटना जो रेलवे स्टेशन है उसमें वहाँ पे एक बहुत बड़ा मंदिर है, वो है हनुमान मंदिर। ആ ടെമ്പിളിലെ പൂജാരിയായിരുന്നു ഇവൻ. और वो वहाँ के पुजारी थे। ഇവൻ എപ്രകാരമുള്ള പൂജാരിയായിരുന്നു? वो किस प्रकार के पुजारी थे? പകലെല്ലാം അവൻ പൂജ ചെയ്യും. सुबह के समय पूरा वो पूजा करता था। രാത്രിയിൽ തോക്കെടുത്തു കൊണ്ടുപോയി ഡക്കയത്ത് ചെയ്യും. और रात को क्या करता था? वो डकैती करता था। നല്ല പൂജാരി ഇല്ലയോ? अच्छा पुजारी है। അവന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ സുവിശേഷവുമായി കടന്നിരുന്നു. और उस गांव में हम सुसमाचार लेकर गए। ആ ഗ്രാമത്തിൽ പോലീസ് പോലും കേറാത്ത ഒരു ഗ്രാമമാണ്. वहाँ पे पुलिस तक भी नहीं जाते थे। ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് ഗ്രാമത്തിന്റെ എരുത്തലുകളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം 10 ദിവസം 15 ദിവസം വെച്ചതിന് ശേഷം ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്ന് ഗംഗായിൽ തട്ടുന്ന ഗ്രാമമാ ഗ്രാമം. उस गांव में क्या होता है कि बच्चों को लेकर जाते हैं, किडनैप करते हैं और उनको 10-15 दिन रखते हैं और उसके बाद जो पैसा जितना चाहिए वो लेते हैं और उनको बच्चों को मार डालते थे। യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഏത് ഗ്രാമത്തിലും പോകാനുള്ള ലൈസൻസ് ഉണ്ട്. यीशु मसीह के जो चेले उनको कहीं पे भी जा सकते हैं। സുവിശേഷവുമായി ആ ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നു ചെന്നു. सुसमाचार लेकर उस गांव पे गए। യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചു. हम यीशु मसीह के सुसमाचार उस गांव में दिए। അവിടെ ചില യൗവനക്കാരെ യേശു തെരഞ്ഞെടുത്തു. वहाँ पे जो जवान लोग थे वो खुदा को अंगीकार किया। അവർ ഞങ്ങളുടെ ശിഷ്യന്മാരായി തീർന്നു. वो हमारे चेले बन चुके हैं। അവിടെ ഞങ്ങൾ ഒരു പ്രേയർ സെൽ നടത്തിക്കൊണ്ടിരുന്നു. वहाँ पे हम एक छोटा सा प्रेयर सेल शुरू किया। എന്റെ അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് അവിടെ പോയി ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അവിടെയുള്ള പ്രേയർ സെല്ലുകൾ നടത്തിക്കൊണ്ടിരുന്നു. वहाँ पे हर एक ट्यूसडे वहाँ पे प्रेयर होता था। എന്നാൽ ഈ
പൂജാരിയുടെ പേരാണ് സോത്തിറാം. ഇവൻ വളരെ കോപം കൊണ്ടവനായി അവൻ പറയുകയുണ്ടായി, ഈ ഫാദർ ജേക്കബിന് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഗ്രാമത്തിൽ വന്ന് യേശു എന്ന ദൈവത്തെ കുറിച്ച് പറയുക. और जो पुजारी था वो बहुत गुस्सा हो गया कि वो फादर जेकब यहाँ पे आकर कैसे यहाँ पे प्रेयर शुरू किया. അതുകൊണ്ട് എനിക്ക് വാണിംഗ് ലെറ്റർ അയച്ചു. വാണിംഗ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിട്ടു, നിന്നെ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഷൂട്ട് ചെയ്യും. और उसने बोला कि उसने एक लेटर भेजा, बोला कि एक साल के अंदर मैं तुझे शूट कर दूंगा. യെസ്, ഒരു വർഷത്തിന്റെ സമയം എനിക്ക് തന്നിരുന്നു. एक साल का वो लिमिटेशन दिया. എന്നാൽ 6 മാസത്തിന് ശേഷം ഒരു ദിവസം വിന്റർ സമയത്തില് ഒക്ടോബർ മാസം ഈവനിങ് നടക്കുന്ന പ്രേയർ സെല്ലില് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോയി ഇന്ന് നടത്തണം. और 6 महीने के बाद खुदा ने मुझे बोला कि वहां पे जाकर प्रेयर करना. അവിടുത്തെ എല്ലാ ഹൗസ് മീറ്റിങ്ങുകളും ഞങ്ങൾ 6 മണിയോടെ ക്ലോസ് ചെയ്ത് വീട്ടിൽ വന്ന് ചേരും. वहाँ की जो भी हाउस मीटिंग है वो 6 बजे के बाद हम घर पे आकर क्लोज करके घर पे आ जाते हैं. കാരണം തിരിച്ച് മോട്ടോർ സൈക്കിൾ വരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ പിസ്റ്റോൾ കാണിച്ച് മോട്ടോർ സൈക്കിൾ എല്ലാം എടുത്തുവിടും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 6 മണിക്കെല്ലാം തിരിച്ചു വരണം. അതിന് 4 മണിക്ക് പോയി പ്രേയർ സെല്ല് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. हम 6 बजे के बाद वापस आ रहे थे. ഒരു ചെറിയ ഒരു കുടിൽ അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ ഞാനും എന്റെ പാസ്റ്റർ അസിസ്റ്റന്റ് പാസ്റ്റർ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. छोटे से चौपड़ी में हमने और मेरे असिस्टेंट पास्टर जो वहां पे चाय पीने गए. ദൈവമക്കളെ, നടന്ന സംഭവം അവൻ ഞങ്ങളെ ആ ഗ്രാമത്തിൽ നിന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ ചോപ്പടിയിൽ ആ കുടിലിൽ ചായ കുടിക്കാൻ ചെന്നപ്പോൾ 4 പേരായി അവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. जो पुजारी थे उसके गुड्डे के साथ वो हमारे पीछा कर रहा था. और जहाँ पे मैं वहाँ पे चाय पीने के लिए गए, वहाँ पे लोग चारों वहाँ मुझे घेर लिए. അവിടെ വന്നതിന് ശേഷം അവന്റെ മുഖത്ത് കെട്ടിയിരുന്ന തുണി മാറ്റിയിട്ട് പറഞ്ഞു, ഫാദർ ജേക്കബ്, ഞാനാണ് സോത്തിറാം. और जब वो उसने अपने मुंह को ढका हुआ तो उसने मुंह से अपना जो वो कपड़ा निकाल दिया और उसने बोला कि मैं हूँ सोतीराम, मैं हूँ जेकब, मैं हूँ सोतीराम. ഓ, ഇനി നീ രക്ഷപ്പെടുവാൻ സാധിക്കില്ല. उसने बोला कि अब तू कभी भी बच नहीं पाएगा. ഞാൻ നിന്റെ അടുത്ത് 2 ചോദ്യം ചോദിക്കും. मैं आपसे तुझसे एक ही 2 सवाल करूंगा. ആ 2 ചോദ്യത്തിന് ശേഷം അതിന് ശരിയായ മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇനി ഭൂമിയിൽ വെക്കുവാൻ പാടില്ല. 2 सवाल का अगर तू जवाब दिया या ना दिया तभी मैं तू इस दुनिया में नहीं रहेगा. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ നടന്ന ഭയങ്കര ഒരു സാക്ഷിയാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. मैं तुमसे ये बहुत बड़ी गवाही बोलता हूँ. ഓ, അവിടെ ആ ചോപ്പടിയിൽ ആ കുടിലിൽ ഉണ്ടായിരുന്ന ചായ കുടിക്കാൻ വന്നവരെല്ലാം 4 ഭാഗത്തേക്ക് കൂടിപ്പോയി. और जो चौपड़ी में चाय पीने आए तो सारे दौड़ के चले गए. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക. पवित्र आत्मा ने मुझसे बोला कि तू दृढ़ निश्चय रह. ഞാൻ നിന്റെ ദൈവമാകുന്നു. मैं तेरा खुदा हूँ. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. तेरे साथ हूँ. ധൈര്യമായി സുവിശേഷത്തെ ഇവനോട് പറയുക. दृढ़ निश्चय रह, तू उसको सुसमाचार सुना. അവൻ 2 ചോദ്യം എന്നോട് ചോദിച്ചു. वो 2 सवाल मुझसे किए. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? पहले वाला जो सवाल क्या था? അവന്റെ കൂർത്ത ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷം 2 കൈകളും അവൻ കാണിച്ചു. വെൺകുഷ്ഠം നിറഞ്ഞ 2 കൈകൾ. उसने अपने अपने कुर्ता ऊपर किया और उसने अपने कोट था. चमड़ा में जो खोड़ के बीमारी थे. അവൻ എന്റെ അടുത്ത് ചോദിച്ചു, ഈ നിന്റെ യേശു, നീ ഇത്രയും ധൈര്യത്തോട് പ്രസംഗിക്കുന്ന ഈ യേശു ഈ രോഗത്തിൽ നിന്ന് എന്നെ സുഖമാക്കുവാൻ സാധിക്കുമോ? उसने पूछा कि यीशु मसीह क्या इसको चंगाई दे सकता है, इस कोट को? ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ പോയി എണ്ണ എടുത്തുകൊണ്ട് വരുന്നെങ്കിൽ അത് പൂശി നിന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് സാധിക്കും. अगर तू ऑयल लेकर आए तो मैं उसके लिए प्रार्थना करके तेरे ऊपर लगा सकता हूँ. ഓ, നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? നിന്റെ യേശു സൗഖ്യമാക്കുമെന്ന് പറയുന്നു. तू ये बोले कि तू तेरे यीशु मसीह मुझे चंगाई देगा. രണ്ടാമത്തെ ചോദ്യം, दूसरा सवाल ये था. അവൻ പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും മക്കളും 4 മക്കളും സുഖകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഒക്കുമോ? क्या मैं और मेरे बच्चे और मेरे जो बीबी हैं, हम क्या एक अच्छा जिंदगी जी सकते हैं क्या? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവന് ഒരു ഭാര്യയും മക്കളും ഉണ്ട്, പക്ഷേ 4 ഭാര്യമാർ വേറെയുണ്ട്. खुदा ने पवित्र आत्मा ने कहा मुझसे कि ये बोल रहा है कि इसको एक बीबी है पर उसको 4 है. ധൈര്യമായിട്ട് ഇവനോട് പറയുവാൻ പറഞ്ഞു. उसने बोला कि तुम विश्वास से उसे बोलो. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. जो भी पवित्र आत्मा ने मुझसे कहा मैंने उससे बोला. ഉടൻ അവൻ എന്റെ കൈക്ക് പിടിച്ച് ഒരു ഇരുട്ടായ സ്ഥലത്തേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയി. और उसने मेरे हाथ को पकड़कर एक अंधेरा जगह पे लेकर गया. ആ ചായക്കടക്കാരൻ എന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ അടുത്ത് പറഞ്ഞു,
അവൻ എന്തും ചെയ്യാനാണ് അവനെ സെപ്പറേറ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. वो चाय चलाने वाला वो दुकान वाले ने बोला कि वो कुछ भी कर सकता है. എന്നാൽ നടന്ന സംഭവം എന്താണെന്ന് അറിയാമോ? वहाँ पे क्या हुआ? ആ ഇരുട്ടിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയതിനു ശേഷം അവൻ പറഞ്ഞു, उस अंधकार की जगह पे लेकर आकर उसने मुझसे लिखा, എന്റെ ജീവിതത്തിലുള്ള നടന്ന എല്ലാ കാര്യവും നീ പറഞ്ഞു. उसने बोला कि जो मेरी जिंदगी में हुआ वो सारा तूने मुझसे कहा. ഈ യേശുവാണ് യഥാർത്ഥ ദൈവം. उसने बोला यीशु मसीह है जिंदा खुदा. ഈ ദൈവത്തെ കുറിച്ച് നീ ഇത്രയും വർഷം മുമ്പ് 10 വർഷമെങ്കിലും കുറഞ്ഞത് മുമ്പ് നീ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല? उसने बोला कि 10 साल पहले तूने मुझसे यीशु मसीह के बारे में क्यों नहीं बोला? നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്രകാരമുള്ള ഒരു കുറ്റവാളിയായി തീരത്തില്ലായിരുന്നു. अगर तूने मुझे ये बताया होता तो मैं कभी भी ऐसे एक मर्डर नहीं बनता. നിനക്കറിയാമോ, ഞാനൊരു പൂജാരിയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിലും ഞാനൊരു മഹാപാപിയായ മനുഷ്യനാണ്. बोला कि मैं पूजारी का वस्त्र धारण किया हूँ पर मैं एक महापापी हूँ. അതുകൊണ്ട് ഈ യേശുവിനെ എനിക്ക് വേണം. और इसलिए मुझे यीशु मसीह को मुझे चाहिए. രാത്രിയിൽ എന്നെ കൊണ്ട് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. रात को मैं सो नहीं पाता. ഞാൻ രാത്രിയിൽ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ദൃശ്യങ്ങൾ എന്റെ മുമ്പിൽ സ്ക്രീനെ പോലെ വരികയാണ്. രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. कितने रात को मैंने सोए नहीं. കരയുവാൻ തുടങ്ങി, പൊട്ടി കരയുവാൻ തുടങ്ങി. रोने लगा. ഞാൻ എന്ത് ചെയ്യണം? मैं क्या करूँ? അവന്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, मैंने उस आदमी के सिर पर रखकर प्रार्थना की. യേശു കൊടുക്കുന്ന സമാധാനത്തിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുവാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. क्षमा खुदा करे. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. मैंने बोला कि यीशु मसीह तुझसे प्यार करता है. 15 മിനിറ്റിന് ശേഷം 15 मिनट के बाद ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിൽ വന്നു. मैं वापस उस दुकान पे आया. അവിടെ വന്നപ്പോൾ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ചായ ടീ ഷോപ്പ് ഓണറെയാണ് കാണുന്നത്. मैं देखता हूँ कि जो दुकान चलाने वाला वो आदमी को देखता हूँ जो डर के मारे बैठ खड़ा. അവൻ പറഞ്ഞു, ചായ ബിസ്ക്കറ്റ് എത്രയും വേണമെങ്കിലും ഇവർക്ക് കൊടുക്കുക. और उसने बोला कि जितना मर्जी चाय या जितना मर्जी बिस्किट है उसको उनको दे दो. എപ്പോഴെല്ലാം ഇവിടെ മീറ്റിംഗ് നടത്താൻ വരുന്നോ ഫാദർമാർക്ക് രണ്ടുപേർക്കും ചായയും ബിസ്ക്കറ്റും ഫ്രീ ആ കൊടുത്തോക്കണം. उन्होंने बोला कि जब भी उस मीटिंग चलाने आते हैं चाय और बिस्किट जो फ्री है फादर के लिए. അവന്റെ സന്തോഷം അത്രമാത്രം സന്തോഷവാനായി. वो इतना खुश हो गया. വെള്ളിയാഴ്ച നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ അവനെ ക്ഷണിച്ചു. मैंने जो फ्राइडे जो उपवास प्रार्थना उसके लिए मैंने उसको इनवाइट किया. ഇവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള ലോക്കൽ വിശ്വാസികളെല്ലാം പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന ആളാ, മദ്രാസിൽ നിന്ന് വന്ന ആളാ, ഇവനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഈസ് എ മോസ്റ്റ് ക്രൈം പേഴ്സൺ. आप जो है आप चेन्नई से आए, मद्रास से आए, आपको इसके बारे में नहीं पता. वो बहुत बड़ा हत्यारा है. ഇവൻ എന്തും ചെയ്യും. वो कुछ भी कर सकता है. ഞാൻ പറഞ്ഞു, നോ, യേശു അവനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞു. मैंने बोला कि नहीं, യേശു അവനെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. मसीह ने तो छू लिया है. ഇനിയുള്ള ദിവസങ്ങൾ അവൻ യേശുവിന്റെ ശിഷ്യനാകാൻ പോവാ. अभी यीशु मसीह का चेला है वो. ദൈവമക്കളെ, 6 മാസത്തിന് ശേഷം 6 महीने के बाद അതേ ഗംഗാ നദിയിൽ അവനെ സ്നാനപ്പെടുത്തി. उसने बपतिस्मा लिया. അവനെ സ്നാനപ്പെടുത്തിയപ്പോഴുള്ള ഒരു സാക്ഷി ഞാൻ പറയാം. जब उसने बपतिस्मा लिया, മുടിയും താടിയും വളർത്തിയ ഒരു സന്യാസിയെ പോലെ ഇരുന്നവൻ उसके जो दाढ़ी और बाल बढ़ा हुआ था, साधु जैसे थे. वो साधु जैसे. ആ സന്യാസിയായിരുന്ന മനുഷ്യൻ वो आदमी जो सन्यासी जैसा था. ഞാൻ ഇറങ്ങി ഗംഗാ നദിയിൽ നിന്നപ്പോൾ मैं जब उस गंगा नदी के अंदर खड़ा हुआ था, അവൻ ഒരു കത്രിക എടുത്ത് അവന്റെ താടി പകുതി വെട്ടിക്കളഞ്ഞു. वो अपने थाड़ी जो है वो काट डाला. അവന്റെ മുടി അവൻ സ്വയം പകുതി വെട്ടിക്കളഞ്ഞു. वो अपने बाल को भी काटा. അതിനുശേഷം ഞാൻ അവനെ സ്നാനപ്പെടുത്തി. उसके बाद मैंने उसको बपतिस्मा दी. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവനെ സ്നാനപ്പെടുത്തി. मेरे पिता पुत्र पवित्र आत्मा के नाम से उसको बपतिस्मा दी. സ്നാനപ്പെടുത്തി കഴിഞ്ഞ് മേളിൽ കയറി ഞാൻ നോക്കിയപ്പോ അവൻ എന്തോ ഡ്രസ്സാ ഇടുന്നെന്നറിയാവോ? मैंने जब वो बाहर निकला तो उसने क्या वस्त्र पहना. വൈറ്റ് ആൻഡ് വൈറ്റ് പാന്റ് ഷർട്ട് ഇടുക. उसने जो सफेद कपड़े पहने. ഞാൻ ചോദിച്ചു, നിനക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് വസ്ത്രം ഇടാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ? मैंने तुझसे बोला नहीं कि मैं जो है सफेद कपड़ा पहनने के लिए. അവൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വൈറ്റ് ആൻഡ് വൈറ്റ് പാന്റ് ഷർട്ടും അല്ലേ ഇടുന്നത്? അത് മാത്രമല്ല, യേശുവിനെ കുറിച്ച് ഞാൻ കേട്ടത് അവൻ എപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുന്നെന്ന് ഞാൻ കേട്ടു. मैंने सुना कि यीशु मसीह हमेशा जो है जो सफेद कपड़ा पहनता था. ഞാൻ ബൈബിള് വായിച്ചു, വെള്ളോട്ടിന്റെ സദൃശ്യമായ ദൈവമെന്നവനെ കുറിച്ച് ഞാൻ വായിച്ചു. खुदा यीशु मसीह के बारे में जो बिल्कुल सफेद था. ദൈവമക്കളെ, ഇന്ന് അവൻ സോത്തിറാമല്ല, अभी वो सोती नाम नहीं है. ഇന്ന് അവൻ ജ്യോതിയാണ്. अभी वो ज्योति है. അവന് ഞാൻ ജ്യോതി എന്ന് പേരിട്ടു. मैंने उसके नाम को
എന്റെ ചർച്ചിലെ വിശ്വസ്തമായ ഒരു എല്ലറാണ്. वो सबसे वो एक एल्डर है. ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും യേശുവിനെ ഏറ്റു. ഒരു ശിഷ്യന്മാർ യേശു സ്വന്തം രക്ഷകരായി അവർ സ്വീകരിച്ചു. वो पूरे गांव ने यीशु मसीह को जाना. ഇന്ന് അവനൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. वो भी एक होटल चला रहा है. ആ ഹോട്ടൽ നിങ്ങൾ പോയി നോക്കിയാൽ മൊത്തം തിരുവചനങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. उस होटल में जाएंगे तो खुदा के वचन को लिखा हुआ है पूरे होटल में. 6 വർഷം 7 വർഷമാകാൻ പോകുന്നു അവൻ രക്ഷിക്കപ്പെട്ടിട്ട്. 7 साल हो गए जो यीशु मसीह को जाना. 7 വർഷം അവൻ മെഡിസിൻ എടുത്തിട്ടില്ല. वो 7 साल तक एक मेडिसिन भी नहीं लिया. അവന്റെ ഒരു സാക്ഷ്യമാണ്. അവൻ എത്രയോ രോഗങ്ങൾ വന്നു. അവൻ പറയുന്നത് ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കുടിക്കുന്നു, എണ്ണ പ്രാർത്ഥിച്ചു തേച്ചു, എന്നെ യേശു സുഖമാക്കി. वो हमेशा बोला कि मैंने पानी को प्रार्थना करके मैंने पिया और जो तेल है मैंने प्रार्थना करके लगाया है. ഇനിയും അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. अभी तक उसकी बीवी और उसके बच्चे खुदा को नहीं जाना है. ദൈവമക്കളെ, യേശു, നമ്മുടെ യേശു എത്ര നല്ല ദൈവമാണ്. നമ്മളെ നമുക്ക് വരുന്ന എല്ലാ വിരോധമായ കാര്യങ്ങളെ ദൈവം അനുകൂലമാക്കി തരുന്നത്. ഓ, അനേക പൂജാരികൾക്ക് യേശുവിന്റെ സുവിശേഷമായി അവരിന്ന് കടന്നു ചെല്ലുകയാണ്. യേശു എന്ന ദൈവത്തെ നാം അറിഞ്ഞതുകൊണ്ട് അവന്റെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമോ? നമ്മളെ വിളിച്ച ഉദ്ദേശം എന്താണ്? അവന്റെ നിത്യരാജ്യത്തിൽ എന്നേക്കുമായി വാഴുവാൻ, യുഗാനുയുഗമായി ദൈവത്തോട് വാഴുവാൻ. ഈ ഭൂമിയിൽ യേശു നമ്മോട് കൂടെ ഉണ്ട്. ദൈവം മക്കളെ, യേശു പറഞ്ഞിട്ട് പോയ ഒരു കാര്യമാണ്, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. നമ്മളെല്ലാം അനാഥരല്ല. ഞാൻ എന്റെ സ്വന്തം ബന്ധങ്ങളെയും എന്റെ എല്ലാം വിട്ടിട്ട് കഴിഞ്ഞ 25 വർഷമായി ഒരു സിംഗിൾ പേഴ്സണായി ബീഹാറിലാണ് സുവിശേഷം. എന്റെ സ്വന്തം ബന്ധങ്ങൾ ആരും ആ പട്ടണത്തിലില്ല. 23 ചർച്ചുകളെ പ്ലാൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ബീഹാറിലും നേപ്പാളിലുമായിട്ട് എത്രയോ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ദാവീദ് പറയുന്നത് പോലെ ദാവീദ് സ്വയം തന്നെത്താനെ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ ചെയ്തു. എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഞാൻ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മോനെയും ആശ്വസിപ്പിക്കാൻ ഒരു സ്വന്തം ബന്ധങ്ങളുമില്ല. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. പത്മോസ് ദ്വീപിലെ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനെ എടുത്തെറിഞ്ഞു. ഈ പത്മോസ് ദ്വീപില് യോഹന്നാനെ ഇടുന്നതിന് മുമ്പ് അവനെ തിളച്ച എണ്ണയിലേക്ക് എടുത്തെറിഞ്ഞു. എന്നാൽ ആ എണ്ണ പച്ച തണുത്ത ഐസ് വെള്ളമായി മാറി. ഇതാണ് നമ്മുടെ പൂർവന്മാരുടെ ചരിത്രം. ഈ ദൈവത്തെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്ത് നിൽക്കുവാനുള്ള ആ കൃപ നമ്മൾ ഏറ്റുവാങ്ങണം. നാം സാഹചര്യങ്ങളെ നോക്കുന്നവരായി തീരരുത്. നമ്മളെ എന്തിനാണ് ദൈവം വിളിച്ചത്? യേശുവിനെ അനുഗമിച്ച് മുൻചെല്ലുക. യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? ഫോളോ മീ. നീ എന്നെ അനുഗമിക്കുക. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം ഒഴിഞ്ഞു പോയി, എല്ലാം പുതിയതായി തീർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ശമൂവേൽ പ്രവാചകന്റെ ചരിത്രം നാം ഒന്ന് അധ്യയനം ചെയ്യാൻ പോവുകയാണ്.
शमूएल के बारे में पढ़ने जा रहे हैं। ഈ ശമൂവേൽ ആരാണ്? പാലാ ശമൂവേലിന്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചുകൊള്ളുക. पहली शमूएल जो इसकी 1, 2 और 3 ഈ ശമൂവേലിനെ കുറിച്ച് നാം നോക്കുമ്പോൾ എൽക്കാനായ്ക്കും അന്നായ്ക്കും അനേക വർഷങ്ങൾ മക്കളില്ലായിരുന്നു. एल्काना और अन्ना जो है उनको बहुत सालों तक उनके बच्चे नहीं थे। എന്നാൽ അന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. जो हन्ना थे वो हमेशा प्रार्थना करते ही रहे। ഇവിടെ എൽക്കാന പറയുകയാണ്, നീ എന്തോനാ ഇത്രയും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? यहाँ पे एल्काना पूछते तुम क्यों इतना रो के प्रार्थना करती है? നിനക്ക് 10 മക്കളുള്ള ഒരു സ്നേഹത്തെ ഞാൻ തരുന്നില്ലയോ? मैं तुझे इतना प्यार करता हूँ, 10 बच्चों को जितना प्यार करता हूँ उतना तुझे प्यार करता പിന്നെ നീ എന്തോനാണ് ഇത്രയും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? हूँ। रो के क्यों प्रार्थना कर रही है? എന്നാൽ അന്നായുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. पर हन्ना के प्रार्थना के पीछे उसको एक उद्देश्य था। എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കും. वो जानते थे कि मेरा प्रार्थना खुदा सुनेगा। എനിക്ക് ദൈവം എത്ര വർഷമായാലും ഒരു കുഞ്ഞിനെ തരും. कितना भी साल हो जाए मेरा खुदा मुझे एक बच्चा देगा। അങ്ങനെ ഒരു കുഞ്ഞ് എനിക്ക് ലഭിച്ചാൽ അവന്റെ മുലകുടി മാറിയതിനു ശേഷം ഞാൻ അവനെ കൊണ്ടുപോയി ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ऐसा एक बच्चा मेरे होगा तो मैं उस बच्चे को अपने खुदा के लिए दूंगा। അവൻ ചില തീരുമാനങ്ങൾ എടുത്തു. അവൾ ചില തീരുമാനങ്ങൾ. उसने कुछ ऐसे एक डिसीजन अपनी जिंदगी में लिए। ഇന്ന് രാത്രികാലം ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുമോ? जहाँ एक दृढ़ निश्चय हमारी जिंदगी में लेकर आए। നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവത്തോട് നമുക്ക് പറയാമോ, ദൈവമേ നീ എന്റെ ഈ പ്രാർത്ഥന കേട്ടാൽ ഞാൻ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. बोलो कि खुदा अगर तू मेरा प्रार्थना सुने मैं तुझे तेरे लिए ये करूंगा। ദൈവമക്കളെ, ഇവിടെ ദൈവവചനം പറയുന്നത് ശമൂവേൽ ദൈവം അന്നായുടെ പ്രാർത്ഥനയെ കേട്ടു. इसमें लिखा है कि अन्ना का प्रार्थना खुदा ने सुना। അവൾക്കൊരു പുത്രനെ ദൈവം കൊടുത്തു. खुदा ने उसको एक पुत्र दिया ആ പുത്രന് ശമൂവേൽ എന്ന് പേരിട്ടു. और पुत्र का नाम था शमूएल। ഞാനത് ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയാണ്. ആ ശമൂവേലിനെ സമയം വന്നപ്പോൾ, അവനെ മുലകുടി മാറിയപ്പോൾ അവനെ നേരെ കൊണ്ടുവന്ന് ഹന്ന ആ ഏലി പുരോഹിതന്റെ ആലയത്തിൽ സമർപ്പിച്ചു. वो जब बड़ा हो गया शमूएल को एली जो प्रीस्ट है उनके हाथ में दिया പുരോഹിത് ആ പുരോഹിതന്റെ കയ്യിൽ സമർപ്പിച്ചു. और उस पुरोहित के हाथ में दी। ഇവിടെ ഇപ്പോൾ അന്നായുടെ മോൻ ശമൂവേൽ എവിടെയാണ്? പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതന്റെ അടുത്ത് ആ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. और जो शमूएल है वो एली पुरोहित के साथ था और उनका सेवा करता था। എന്നാൽ ആ ആലയത്തിലെ സിറ്റുവേഷൻ എന്തുവാണ്? उस मंदिर में क्या प्रॉब्लम है, परेशानियां हैं? ഇവിടെ പുരോഹിതന്റെ മക്കളെല്ലാം അവിടെ ബലിപീഠത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और जो पुरोहित के बच्चे थे वो पाप करते जा रहे थे। എപ്രകാരമുള്ള അതും ഭയങ്കരമായ പാപം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. बहुत बड़ा पाप कर रहे थे। നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം മാത്രം വായിക്കാം. 22-ഉം 23-ഉം വായിക്കാം. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്തതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട് മതി. ഇപ്പൊ മനസ്സിലായല്ലോ, അത്രമാത്രം നീചന്മാരായ പുത്രന്മാരുള്ള ഒരു പുരോഹിതൻ. ऐसे बच्चे थे जो बिल्कुल खुदा को बाय नहीं करते थे। ഇവിടെയാണ് ശമൂവേൽ ബാലൻ വളരുന്നത്. और इसके बीच में एक जो शमूएल जो बच्चा बढ़ रहा था। ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യം ആയിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും അവിടെ ശിഷ്യന്മാരായി കൊണ്ടിട്ടിരുന്നെങ്കിൽ അവിടുന്ന് ഒളിച്ചോടി പോയനെ. अगर हमें किसी ने वहाँ पे चेले के रूप में रखा होता था हम वहाँ से भाग जाते हैं। എന്തുവാ കാര്യം? എന്തുവാ? क्यों? ഏലിയെ നോക്കി പറഞ്ഞേനെ, हम एली से देख ഓ വലിയ ഉപദേശം തരുവാ എനിക്കിപ്പോ, നിന്റെ മക്കൾക്ക് ആദ്യം കൊടു. बोलेंगे तो मुझे सिखाना, पहले अपने बच्चों को सिखा। നിന്റെ മക്കൾ ചെയ്യുന്ന പാപവും അന്യായം ഒന്നും നോക്കുന്നില്ല, നീ എന്നെ ഇപ്പൊ ശിഷ്യത്വം പഠിപ്പിക്കുക. तू अपने बच्चों को पहले सिखा, उसके बाद मुझे सिखा। നമ്മളെ മനുഷ്യരെപ്പോഴും സാഹചര്യങ്ങളെ നോക്കി क्या ജീവിക്കുക. करते हैं कि हम अपने आसपास पड़ोस को देखते हैं। എന്നാൽ ശമൂവേൽ ബാലൻ അവിടെ എങ്ങനെയാണ് വളർന്നു വരുന്നത്? कैसे बढ़ता है वहाँ पे? അതിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശമൂവേൽ ബാലനോ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ശമൂവേൽ ബാലനോ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനും തന്റെ പുരോഹിതനും സാക്ഷിയുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. और वो अपने जिंदगी ऐसे बढ़ाया है शमूएल ने कि वो मनुष्य और खुदा को प्रीति एक जिंदगी था। നമ്മളാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഒക്കുവോ? क्या हम ऐसे जिंदगी जी सकते हैं? സാഹചര്യം നോക്കിയേനെ.
हम तो अपने हमारी जिंदगी के അവൻ യഹോവയ്ക്കും മനുഷ്യനും പ്രീതിയുള്ളവനായി അവൻ വളർന്നു വന്നു. खुदा और मनुष्य को प्रीति करके वो आगे बढ़ा. അന്നത്തെ കാലത്തെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. क्या होता था? 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനങ്ങളൊന്നും ഏറെയില്ല. ആ കാലത്ത് ഒരിക്കൽ ഏലി മതി. ദർശനങ്ങളൊന്നും ഏറെ ഇല്ലാത്ത ഒരു കാലഘട്ടം. അത് മാത്രമല്ല, യഹോവയുടെ വചനം തന്നെ ലഭിക്കുവാൻ സാധ്യമല്ലാതെ ദുർലഭമായ ഒരു സമയം. खुदा के वचन भी नहीं था और उसके साथ जो दर्शन प्राप्त करने वाले भी लोग नहीं थे. ആ സാഹചര്യത്തിലാണ് ശമൂവേൽ ബാലൻ ഏലി പുരോഹിതന്റെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നത്. उस टाइम शमूएल जो है वो एली पुरोहित के साथ सेवा करता था. ഇവിടെ ഒരു രാത്രിയിൽ ശമൂവേലിനെ ആരോ വിളിക്കുന്നതായിട്ട് ശമൂവേലിന് കേട്ടു. एक रात को शमूएल ने सुनाई दी कि कोई उसे बुला रहा है. അവൻ ഓടിച്ചെന്ന് ഏലി പുരോഹിതന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്നെ വിളിച്ചോ പിതാവേ എന്ന്. वो एली पुरोहित के जाकर पूछता है कि एली पुरोहित तूने मुझे बुलाया क्या? ഏലി പുരോഹിതൻ പറയാണ്, മോനെ ഞാൻ നിന്നെ വിളിച്ചില്ല, നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക. एली पुरोहित ने बोला कि मैंने तुझे बुलाया नहीं, तू जाकर सो जा. 3 പ്രാവശ്യം വിളിച്ചു. 3 बार उसने बुलाया. 3 പ്രാവശ്യം അവൻ ഓടി ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്നു. 3 बार भी उसने जाकर एली पुरोहित से जाकर पूछा. എന്നാൽ ഏലി പുരോഹിതൻ പറയുകയാണ്, पर एली पुरोहित ने बोला, മോനെ ഇനി 4ാമത് നിന്നെ വിളിച്ചാൽ നീ വിളി കേൾക്കണം. അത് നമ്മുടെ ദൈവമാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ് നിന്നെ വിളിക്കുന്നത്. चौथी बार तू खुदा यीशु मसीह तू खुदा से बोलो कि वो जो खुदा जो सबसे महान खुदा है. 4ാമത്തെ പ്രാവശ്യം അവൻ വിളി കേട്ടു. और चौथी बार वो खुदा से बोलता है कि मैं അവൻ വിളി കേട്ടപ്പോൾ ഇതാ അടിയൻ എന്ന് പറയുക. बोला कि ये खुदा मैं यहाँ पे हूँ. എന്താണ് ശമൂവേൽ ബാലന്റെ അടുത്ത് പിതാവായ ദൈവം പറഞ്ഞത്? वो खुदा ने क्या बोला शमूएल से? ഏലി പുരോഹിതന്റെ മക്കളെയും ആ കുടുംബത്തിന് വരാൻ പോകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചാണ് പ്രവചിച്ച് പറഞ്ഞത്. उसने खुदा ने ये बोला जो उसके उस एली पुरोहित के जिंदगी में आने वाले जो परेशानियों के बारे में उसे बताया. പക്ഷേ ഈ ദർശനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ, ये जब दर्शन सब सुना, ഈ പ്രവചനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ, वचन जब उसने सुना, ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ 15ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 15 में लिखा हुआ है. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു. എന്നാൽ ആ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. കണ്ടോ, ഈ ദർശനങ്ങൾ തന്റെ ഗുരുവായ തന്റെ ആത്മീയ പിതാവായ ശമൂവേലിനെ അറിയിക്കുവാൻ അവൻ ശങ്കിച്ചു. जो उसने दर्शन देखा वो एली पुरोहित से बोलने से वो हिचकिचा रहा था. നമ്മളാണ് എന്താ ചെയ്തേനെ? हम क्या करते हैं? നിങ്ങളുടെ പാസ്റ്റിന് വിരോധമായിട്ടൊരു പ്രവചനം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കത്തിക്കുക, അതാണ് പരിപാടി. अगर हम किसी के बारे में कुछ सुनते तो हम उसी टाइम तक बोलते हैं. രാത്രി 1 മണിക്ക് കിട്ടിയാലും ഉറക്കമാണെന്നും വിചാരിക്കത്തില്ല, ഉടനെ ഫോൺ ചെയ്യും. अगर एक रात को मिले तो तभी हम उसको फोन करके बोलेंगे. വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞ് हम बोलेंगे हम सब कुछ समझ में आया. നേരെ കൊണ്ട് ഞങ്ങൾ വിട്ടേര്. अगर हम जाकर उसी को जाकर बताएंगे. എന്നാൽ ശമൂവേൽ ബാലന്റെ വളർച്ച എങ്ങനെയാണ്? शमूएल कैसे बढ़ रहा था? അവൻ ആ പ്രവചനം പറയുവാൻ ഭയപ്പെട്ടു. वो उस प्रवचन को बोलने में वो भय कर रहा था. തന്റെ ലീഡറിന് വിരോധമായിട്ടുള്ള ആ ദൈവ ദർശനങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അയ്യോ എന്റെ ആത്മീയ പിതാവിന്റെ അടുത്ത് നാം എങ്ങനെ പോയി പറയും? അവൻ ഭയപ്പെട്ടു. वो हिचकिचा रहा था कि मैं कैसे जाकर एली पुरोहित से बात बताऊं. ദൈവമക്കളെ, ആത്മീയ ജീവിതം ഭയത്തോടും വിറയലോടും കഴിക്കേണ്ട ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. जीवन हम भय से हम जिंदगी आगे बढ़ाना. നമ്മുടെ കർത്താവിനോടുകൂടെ ജീവിക്കുന്ന ഈ ജീവിതം വളരെ ഭയത്തോടെ കഴിച്ചു കൂട്ടേണ്ട ഒരു ജീവിതമാണ്. जब हम खुदा के साथ जी रहे हैं, हम भय से हम जी रहे हैं. അങ്ങനെ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നാം ദൈവത്തോടുകൂടെ ആയിത്തീരുവാൻ സാധിക്കൂ. ऐसे जी रहे तभी हम खुदा में हम एक हो सकते हैं. ഓ, നമ്മുടെ ആത്മീയ ജീവിതം ഇന്ന് രാത്രികാലം എപ്രകാരമുള്ള ഒരു ആത്മീയ हमारा ജീവിതമാണ്? आत्मिक जो जिंदगी हमारा कैसा है? മറ്റുള്ളവരോട് കൂടെയുള്ള സഹകരണം എപ്രകാരമുള്ള ഒരു സഹകരണമാണ്? दूसरों से कैसे हमारा
मेल मिलाव है। എന്നാൽ ശമൂവേൽ ബാലനെ കുറിച്ച് ഒരു സാക്ഷിയുണ്ട്. शमूएल के बारे में एक गवाही यहाँ पे है। അവൻ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യനും പ്രീതിയുള്ളവനായിരുന്നു. वो जैसे बढ़ रहा था वो यीशु मसीह और खुदा से और मनुष्य से ശമൂവേലിന് അറിയാം എന്നെ കുറച്ച് ദിവസത്തേക്കിന് ചില വർഷത്തേക്കിന് മാത്രമാണ് ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വെച്ചേക്കുകയാണ്. और शमूएल को पता था कि वो ट्रेनिंग के लिए 10 थोड़ा टाइम के लिए मैं आऊंगा। അതിനുശേഷം എന്റെ ദൈവത്തിന്റെ ഹിതം ഞാൻ ചെയ്തു തീർക്കും. उसके बाद मैं खुदा का जो इच्छा मेरी जिंदगी में पूरा हो। അതുകൊണ്ടാണ് അതിന്റെ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. इसलिए क्या दान से बेर्शेबा तक जो शमूएल जो विश्वास योग्य एक प्रवाचक थे। വിശ്വസ്ത പ്രവാചകൻ. विश्वास योग्य था। നമുക്ക് അങ്ങനെയുള്ള ഒരു പേരെടുക്കാമോ? ഒരു വിശ്വസ്തനായ വിശ്വാസി. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ സത്യസന്ധമായ ഒരു വിശ്വാസി. ഒരു വിശ്വസ്തനായ ഒരു ശിഷ്യനായി യേശുവിനെ അനുഗമിക്കാൻ കഴിയുമോ? നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, നമ്മുടെ സഹോദരിമാരെ കുറിച്ചുള്ള നിന്ദകളെ മറച്ച് അവരെ ബുദ്ധി ഉപദേശിപ്പിച്ച് അവരെ ക്രിസ്തുവിൽ വളർത്തുന്നവരായി തീരുന്നോ നാം? हम दूसरों की जो जिंदगी की कमियों को देखकर उसको ढककर उनको आगे बढ़ाने वाले हैं क्या? എങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. तो फिर खुदा हमें ऊंचा उठाएगा। ദൈവം നമ്മളെ അനുഗ്രഹിക്കും. तो फिर खुदा हमें आशीष देगा। യഥാർത്ഥ ശിഷ്യത്വം അതാണ്. वही है जो है यीशु मसीह के जो चेले हैं। അതുകൊണ്ട് എന്താണ് ശമൂവേലിനെ കുറിച്ച് ദൈവം ചെയ്യുന്നറിയാവോ? तो शमूएल के लिए खुदा ने क्या कहा? ചരിത്രം സൃഷ്ടിച്ച പ്രവാചകൻ. वो उसने एक इतिहास बनाया है। ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപൻ. वो इस्राएल के जो आखिरी ന്യായി है. രണ്ടാമത് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിനെയും രണ്ടാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം അവനെയാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ രാജാവായ ശൗലിനെയും രണ്ടാമത്തെ രാജാവായ ദാവീദിനെയും അഭിഷേകം ചെയ്തത് ആരാണെന്ന് അറിയാമോ? ശമൂവേൽ പ്രവാചകൻ. എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചതിന് ഒരു ഉദ്ദേശം, ഈ ലണ്ടൻ പട്ടണത്തിൽ കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഏതോ ഒരു ഭൗതികമായ ജോലിയോടുള്ള ബന്ധത്തിലാണ് എന്നെ കൊണ്ടുവന്നത്. അല്ല അല്ല, ദൈവം നമ്മളെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നതിന് ഉദ്ദേശമാണ്. നിങ്ങൾ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുമ്പോൾ ഈ പട്ടണത്തിൽ ദൈവം ചില പ്രവർത്തികളെ ചെയ്യും. യേശുവിന്റെ സുവിശേഷം ഇവിടെയുള്ള UK മക്കൾ അറിയണം. ഞാൻ ഈ പട്ടണത്തിൽ വരുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൈവിക സത്യം, ഒരു പ്രവചനം എന്താണെന്ന് അറിയാമോ? എന്റെ ജനത്തെ കൊണ്ട് ഞാൻ ഈ പട്ടണത്തെ തിരിച്ചു പിടിക്കും. ഈ UK പട്ടണത്തെ, ഈ ഇംഗ്ലണ്ട് ദേശത്തെ ഉള്ള യുവ തലമുറയെ മാത്രമല്ല, ഈ തലമുറയെ ഞാൻ തിരിച്ചു പിടിക്കും. കാലാകാലങ്ങളിലായി ഇന്ത്യയിൽ നിന്നും മറ്റ് പല ദേശങ്ങളിൽ നിന്നും ദൈവത്തിന്റെ മക്കളെയും തലമുറയെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഉദ്ദേശം അതാണ്. ദൈവമക്കളെ, ഈ പ്രദേശത്തെ തിരിച്ചു പിടിക്കുക, ഈ പട്ടണത്തെ തിരിച്ചു പിടിക്കുക. ഒരു വലിയ ഉണർവ് ഈ പ്രദേശത്തിന് എഴുന്നേൽപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന തലമുറ ഏത് തലമുറയാണെന്ന് അറിയാമോ? ഒരു കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ ക്രിസ്തുവിന് വേണ്ടി കഷ്ടവും നെടുവീർപ്പുകളും കേരളത്തിന്റെ മണ്ണിൽ അനുഭവിച്ച് അവർക്കുള്ളതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി മൈലുകൾ കടന്നുപോയി സഭാ ആരാധനകൾ നടത്തി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്ത ആ പിതാക്കന്മാരുടെ തലമുറയായിരിക്കുന്നത്.
നിങ്ങളെ കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. और इसलिए खुदा यहाँ पे आपको लेकर आए हैं। ഈ പട്ടണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. इस देश के लिए तुम प्रार्थना करना है। ഈ ദേശത്തിലുള്ള എല്ലാ സഭകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. इस देश के हर एक कलीसिया के लिए तुम प्रार्थना करना। ഇംഗ്ലീഷ് ചർച്ചുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. जो अंग्रेजी चर्च है उसके लिए प्रार्थना करना। അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം തന്റെ പ്രവൃത്തി ഈ പട്ടണത്തിൽ ചെയ്തു. तब यहाँ पे खुदा का बहुत बड़ा अद्भुत काम इस देश में होना शुरू करेगा। ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിന്റെ മണ്ണിൽ 25 വർഷം ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിനിസ്ട്രി എന്താണെന്ന് അറിയാമോ? बिहार में जो 25 साल में जो हमने जो सबसे बड़ी मिनिस्ट्री क्या किया है पता है? ഉപവാസ ഒരു പ്രാർത്ഥന. उपवास और प्रार्थना की। ഉപവാസവും പ്രാർത്ഥനയും उपवास और प्रार्थना അതാണ് ഏറ്റവും കൂടുതലായി ചെയ്ത മിനിസ്ട്രി. അതിന്റെ ആൻസർ എന്താണ് ലഭിച്ചത് എന്നറിയാമോ? उसका उत्तर हमें क्या मिला है? രക്തം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൊരിഞ്ഞ ആ മണ്ണിൽ, जहाँ पे खुदा के लोग मारा गया है, ആ മണ്ണിൽ നിന്ന് അനേക ആയിരങ്ങൾ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. वहाँ पे हजारों लोग खुदा में आ रहे हैं और बपतिस्मा ले रहे हैं। യേശുവിന് വേണ്ടി സഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. और जो कलीसिया वो बढ़ता जा रहा है। ഗ്രാമം പട്ടണങ്ങൾ കർത്താവിന് വേണ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. और जो गांव है जो शहर है वो खुदा को जानता जा रहा है। ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കഴിഞ്ഞ 7 വർഷമാണ് സിറ്റി സർവീസ് ബസ് ഓടുന്നത് പട്നയില്. उसके जब इंडिया को जब आजादी मिला उसके बाद वहाँ पे एक बस चालू हुआ है। 7 साल बाद ഈ 7 വർഷം കൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുന്നത്. ഞങ്ങള് 7 साल के बाद हमें इलेक्ट्रिसिटी बिल मिलता है। എവിടുന്ന് വേണേലും ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റും. कहाँ से भी इलेक्ट्रिसिटी ले सकते हैं। എവിടെ വേണേലും യാത്ര ചെയ്യാം. कहाँ में भी यात्रा कर सकते हैं। ഞാൻ എന്റെ സാക്ഷി പറഞ്ഞല്ലോ, ഞാൻ എന്റെ മിനിസ്ട്രി ആരംഭിച്ചത് പാട്ന റെയിൽവേ സ്റ്റേഷനിലാണ്. 3 ദിവസം എന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഞങ്ങൾ 3 ദിവസം അവിടെയാണ് കിടന്നത്. हमारे जो सुसमाचार का जो वो है वो वहाँ पे पटना जो रेलवे स्टेशन वहाँ पे शुरू किया था। കാരണം എന്താണെന്നറിയോ? റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റിന്റെ ആവശ്യമില്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ആവശ്യമില്ല, वहाँ पे प्लेटफॉर्म के टिकट की जरूरत नहीं है। AC ടിക്കറ്റിന്റെ ആവശ്യമില്ല. वहाँ पे कोई टिकट की जरूरत नहीं है। എവിടെ വേണേലും കയറി ഇന്ന് പോകാം. कहाँ पे भी बैठ कर जा सकते हैं। ഇതേമാതിരി ഒരു ദേശം ഇന്ത്യ ലോകത്തിലെങ്ങും ഇല്ല. ऐसे जो देश है बिहार के जैसे कोई और कोई जगह पे नहीं है। നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെൽക്കം. आप जाना चाहते हैं तो ഫുഡും അക്കോമഡേഷനും ഫ്രീ. accommodation free है। ഹല്ലേലൂയ. ദൈവമക്കളെ, ഉപവാസവും പ്രാർത്ഥനയും ആ ദേശത്തെ തലകീഴായി മാറ്റി. देश को पूरी तरह से बदल दिया। ഇന്ന് പാട്ന സിറ്റിയിൽ AC ബസ് സർവീസ് ഓടുകയാണ്. अभी पटना सिटी में AC बस सर्विस जो है 38 ഡിസ്ട്രിക്റ്റിൽ AC ബസ് ഓടുകയാണ് രാത്രി. डिस्ट्रिक्ट जो है वहाँ पे AC बस चल रहा है। കഴിഞ്ഞ 7 വർഷമായിട്ടാണ് പാട്ന സിറ്റിയിൽ ഞാൻ വാച്ച് കിട്ടുന്നത്. 7 साल के बाद मैं पटना सिटी में जो वॉच हाथ में वॉच വാച്ച് കിട്ടുന്ന സ്വഭാവം, ഞാൻ ഇവിടെ വന്ന് വാച്ചിന്റെ ബാഗിൽ കിടക്കുക, ഞാൻ വാച്ച് കിട്ടുന്നില്ല. കാരണം ആ പഴയ ഓർമ്മകൾ. जो वॉच है ना मेरे बैग में है, अभी पहना नहीं। കാരണം അവർക്കൊരു വാച്ച് കിട്ടിയാലും മതി, നല്ല ഒരു ഷൂ കിട്ടിയാലും മതി. वहाँ पे एक वॉच मिलना काफी है, शू मिलना काफी है। ഒരു ഷൂവിന് വേണ്ടി ഒരുത്തനെ കൊല ചെയ്യും. और एक शू के लिए लोग मार देते हैं। അപ്രകാരമുള്ള പട്ടണം वैसे जो शहर है യേശുവിന് വേണ്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. यीशु मसीह के लिए बदल चुका है। യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? क्या आप यीशु मसीह के चेले बन सकते हैं क्या? ഇല്ല, സാഹചര്യങ്ങളെ നോക്കിയുള്ള ജീവിതമാണ്. और या हमारे जो प्रॉब्लम्स है उसके बारे में सोचकर हम बैठे हैं। നമ്മുടെ ആത്മീക ജീവിതം സാഹചര്യങ്ങളെ നോക്കിയുള്ള ജീവിതമായിരിക്കരുത്. हमारा जो आत्मिक जीवन है वो हमारे जो प्रॉब्लम्स है उसके अनुसार नहीं होना चाहिए। യേശു നമ്മുടെ എല്ലാ സാഹചര്യത്തിലും നമ്മളോട് കൂടെ. वो हमारे हर एक मुश्किल अवस्था में खुदा करता അത് है। ഏത് സാഹചര്യമായി തീരട്ടെ, वो कैसा भी मुश्किल अवस्था हो യേശു നമ്മളോട് കൂടെയുണ്ട്. वो हमारे साथ है। മൂന്നാമതായിട്ട് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുന്നത്, तीसरी जो हम चिंता करने वाले हैं, നമ്മുടെ പ്രാർത്ഥന താമസിച്ച് കേൾക്കുന്നതിന് ഒരു കാരണമുണ്ട്. हमारे प्रार्थना यीशु मसीह जो लेट को सुनते हैं उसके पीछे कारण है। അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. जो हमारे प्रार्थना विषय हम बहुत सारे प्रार्थना विषय हम प्रार्थना करते हैं। എന്നാൽ ചില പ്രാർത്ഥനകൾ ദൈവം താമസിച്ച് ആൻസർ തരുന്നു. और कुछ प्रार्थना के विषय जो बहुत देर के बाद हम യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്തു വെച്ചുകൊള്ളുക. यूहन्ना 11 അവിടെ ലാസറിനെ ജീവനോടെ എഴുന്നേൽപ്പിച്ച ദൈവം, जो लासर जो है जो मरा हुआ था उसको जिंदा करता है खुदा। ഇവിടെ യേശുക്രിസ്തു ചെയ്ത ഒരു വലിയ അത്ഭുതകരമായ ഒരു അത്ഭുതമെന്ന് ലോകം മുഴുവനും ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ
ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഇവിടെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. यहाँ पे जो दुनिया में सबसे बहुत बड़ी अद्भुत जो किया है उसमें लिखा हुआ है. എന്നാൽ ഈ അത്ഭുതം 4ാമത്തെ ദിവസമാണ് യേശു വന്ന് ചെയ്തത്. वहाँ पे जो अद्भुत काम खुदा ने जो किया तो वो चौथा दिन जाकर किया था. എന്തുകൊണ്ടാണ് യേശു 4ാമത്തെ ദിവസം അവിടെ വന്നത്? वहाँ पे क्यों खुदा ने यीशु मसीह चौथा दिन आया? ഇതിന്റെ ചരിത്ര ഭാഗങ്ങൾ നാം വായിക്കാം. उसका इतिहास देखेंगे तो ഇവിടെ മാർത്ത, മറിയം പിന്നെ ലാസർ, ഇങ്ങനെ 3 വ്യക്തികളെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. वहाँ पे हम 3 व्यक्ति को जानते हैं, मेरी जो है मार्था और लासरस. മാർത്ത, മറിയ, ലാസറസ്. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് ലാസർ. मार्था मारिया का जो एक जो ब्रदर है वो लासरस. ഇവിടെ ഈ മറിയയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്. ഒരു ടൈറ്റിൽ എന്താണെന്ന് അറിയാവോ? मारिया को एक टाइटल दिया हुआ है. അതിന്റെ 2ാമത്തെ വാക്യം വായിക്കാം. दूसरा में लिखा है 11 में 2. കർത്താവിന്റെ പരിമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് ഈ മറിയ. जो मरिया जो है वो अपने तेल यीशु मसीह के पाँव में डालकर उसको अपने जो बाल से वो पोंछा. ഈ പരിമളതൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കോസ്റ്റ്ലി ഓയിൽ. जो तेल जो उसने उसके बहुत महंगा था. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം അതായിരുന്നു. और उनके पास जो था वो उसने पूरी तरह से यीशु मसीह के पैर में डाला. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട വിലമതിപ്പുള്ള ഓയിൽ യേശുവിന് കൊടുത്ത സ്ത്രീ. सबसे जो महंगा तेल था वो यीशु मसीह के पैर पर डाला. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലയുള്ള യേശുവിന് കൊടുക്കുമോ? क्या हमारे जिंदगी में जो सबसे जो महंगा चीज है वो यीशु मसीह को दे सकते हैं? ഞാൻ കൈയൊന്നും തൂക്കാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഈ മറിയയും മാർത്തയും യേശുവിനെ അധികമായി സ്നേഹിക്കുന്നവരാണ്. जो मरियम मार्था था वो यीशु मसीह को बहुत प्रेम करते थे. എന്നാൽ ഇവിടെ പെട്ടെന്ന് ലാസർ ദീനമായി പോയി. और यहाँ पे हम देखते हैं कि लासरस जो है वो बहुत बीमार हो जाते हैं. അപ്പോ യേശുവും ശിഷ്യന്മാരും ഈ ബെത്തന്യ ഗ്രാമത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലുണ്ട്. और जो यीशु मसीह और उसके चेले जो बेथनी जो गांव है उसके पास वाले गांव में थे. അപ്പോ ആദ്യത്തെ ഇൻഫർമേഷൻ അവർക്ക് ഡോക്ടർക്കല്ല അയച്ചത്, യേശുവിനും ശിഷ്യന്മാർക്കുമാണ് അയച്ചത്. वो सबसे पहले जो इंफॉर्मेशन है वो यीशु मसीह को भेजते हैं. എന്താണെന്നറിയാ പറഞ്ഞത്? നീ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ദീനമായി കിടക്കുന്ന കർത്താവേ, പെട്ടെന്ന് വന്ന് അവനെ സുഖമാക്കണമേ എന്ന് പറഞ്ഞു. उन्होंने ऐसे बोला कि जो प्रेम करने वाला जो लासरस है वो बीमार है, उसका चंगाई दे. എന്നാൽ യേശു അവിടുന്ന് ഒരു ഇൻഫർമേഷൻ അയച്ചു. और उसने यीशु मसीह ने वहां से एक इंफॉर्मेशन ഈ ദീനം മരണത്തിനായിട്ടല്ല, जो बीमारी है वो मरने के लिए नहीं, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, मेरा नाम यीशु मसीह का नाम ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. यीशु मसीह का नाम ऊंचा उठने पाए इसलिए है. എന്നാൽ നടന്നത് എന്തുവാ? पर क्या हुआ? ലാസർ മരിച്ചുപോയി. पर वो लासर जो है वो मर गया. ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും പ്രവചിച്ചു കഴിഞ്ഞാൽ കത്തി വെച്ച് അവനെ നശിപ്പിച്ചു കളയും. अगर ऐसे कोई प्रवचन करता है तो उसको उनको मार डाल देता आजकल. എന്നാൽ ലാസർ മരിച്ചുപോയി. पर लासर जो मर गया അവനെ കല്ലറയിൽ കൊണ്ടുവന്ന് വെച്ചു, അവന്റെ ബോഡി और उसको കബർസ്ഥാനിൽ कब्रिस्तान में डाल दिया. 4 ദിവസമായി. 4 दिन हो गया. യേശു ശിഷ്യന്മാർ എവിടെയാണ്? यीशु मसीह और उसके चेले कहाँ पे हैं? അടുത്ത ഗ്രാമത്തിലുണ്ട്. उसी पास वाले गांव में है. വന്നില്ല. वो आए नहीं. പറഞ്ഞ പ്രവചനവും തെറ്റായിപ്പോയി. और जो बोला था वो भी जो बोला वाला प्रवचन वो भी गलत हो गया. ഇപ്പൊ 4ാമത്തെ ദിവസം और चौथा दिन है. യേശു ശിഷ്യന്മാരെടുത്ത് പറയുക, यीशु मसीह चेले से बोल रहे हैं 11ാമത്തെ വാക്യം, 11. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു, വാ നമുക്ക് പോകാന്ന് പറയാം. यीशु मसीह अपने चेलों से बोलते हैं कि मेरे जो दोस्त है वो मर चुका है, पर मैं उसको वो सो रहा है, मैं जाकर उसको जगा दूं. ശിഷ്യന്മാര് പറഞ്ഞു, കൊള്ളാം, चेले ने बोला कि हाँ ये क्या बोल रहे हैं? നിന്റെ വായിന്ന് വിട്ടതും പോയി, जो आपने तुमसे बोला वो भी चला गया. ഇപ്പൊ പറയാ അവൻ ഉറങ്ങുവാന്ന്. अब बोल रहे कि वो सो रहा है. അവിടെ 4 ദിവസം കൊണ്ട് മറിയയും മാർത്തയും ആശ്വസിപ്പിക്കുന്ന ആരാന്നറിയ? യഹൂദന്മാരാ അവൻ ആശ്വസിപ്പിക്കുന്നത്. 4 दिनों से जो यहूदा लोग हैं वो आकर उनको യഹൂദന്മാർ യേശുവിനെ എപ്പോഴെങ്കിലും കിട്ടിയാ അവനെ കുറ്റം കണ്ടുപിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ റെഡിയായിരിക്കുക. और जो वहाँ के जो इस्राएल लोग थे वो यीशु मसीह के विरुद्ध थे और उनको मारने की कोशिश में थे. അവിടോട്ടാ പോവാന്ന് ശിഷ്യന്മാരെടുത്ത് പറയുന്നത്. और यीशु मसीह अपने चेलों से बोले कि वहीं पे चलते हैं. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. यीशु मसीह के जो चेले थे वो सारे सुपरस्टार. യേശുവിന്റെ കൂടെ താമസം. और यीशु मसीह के साथ ही रहते हैं. ഒരാളാണ് യേശുവിന്റെ മടിയിലേ ഉറങ്ങത്തുള്ളൂ. और यीशु मसीह के साथ ही सोते हैं. ചിലരൊക്കെ യേശുവിന്റെ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. और यीशु मसीह के साथ ही चलते हैं कोई. എന്നാൽ
എല്ലാരോടും പറയുകയാണ്, ബാ നമുക്ക് പോകാം. യേശു പറയുകയാണ്, ലാസറിനെ നമുക്ക് പോയി ഉണർത്താം. यीशु बोलते हैं कि लाजर को जाकर हम उठाते हैं, जगाते हैं. ഇപ്പൊ തോമസ് എന്തോ പറയുന്നെന്ന് കേട്ടിരിക്കുക. पर थॉमस क्या बोलते हैं? അതിന്റെ 16ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 16 ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? നമുക്ക് പോയി ഉണർത്താൻ പോകാന്ന്. यीशु मसीह बोलते हैं कि मैं हम जाकर जगाते हैं उसे. തോമസ് പറയാ, യേശുവിനോട് മരിക്കാൻ വാ, നമ്മളും പോകാന്ന്. और जो थॉमस बोलते हैं हम भी चलते हैं कि यीशु मसीह के साथ हम भी मर जाएं. ഇതാ ശിഷ്യത്വം. ये है जो लोग चेले. യേശുവിന്റെ മെസ്സേജ് ഒന്ന്, ഇവര് ഗ്രഹിച്ചു വെച്ചേക്കുന്ന മെസ്സേജ് ഇനി ഒന്ന്. यीशु मसीह जो बोला वो अलग बात, और उन्होंने जो ग्रहण किया वो कुछ अलग. ശിഷ്യന്മാർ പിന്നെ ഇച്ചിരി എക്സ്ട്രാ ചിന്തിക്കും. നമ്മളെല്ലാം ഇച്ചിരി എക്സ്ട്രാ ചിന്തിക്കുന്നത്. चेले लोग वो कुछ एक्स्ट्रा सोचते हैं. യേശുവിന് എന്തെല്ലാം പറഞ്ഞാലും ശിഷ്യന്മാർക്കറിയാം, അവിടെ ചെന്നാൽ യേശുവിനെ കല്ലെറിയും. और जो चेले उनको वो जानते हैं कि अगर यीशु मसीह उस गांव पे चले जाए तो उसको मार देंगे. ചിലപ്പം കൊല്ലാനും സാധ്യതയുണ്ട്. और वो भी है कि खुदा यीशु मसीह को. അതുകൊണ്ടാ തോമസ് പറഞ്ഞു, യേശുവിന് മരണമെങ്കിൽ എടാ നമുക്ക് മരണമാ. और थॉमस तभी ने बोला कि अगर यीशु मसीह को मारेंगे तो हमें भी मारेंगे. ഇങ്ങനെ പേടിച്ചാ ഇന്ന് സാത്താൻ പേടിച്ചിരിക്കുന്നല്ലേ. इसलिए तो सारे लोग डर के मारे बैठे हुए हैं. എനിക്ക് തോന്നി തോമസ് ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചോണ്ട് നമ്മുടെ ഇന്ത്യക്കെല്ലാം ഈ സംശയം കൂടുതൽ. थॉमस ने आकर हमारे भारत में आकर समाचार इसलिए हमारे अंदर भी डाउट है. എന്തെല്ലാം പ്രസംഗിച്ചാലും സംശയം. कुछ भी हम बोले तब भी हमारे अंदर डाउट है. നടന്നില്ലല്ലോ പാസ്റ്ററെ, ഞാൻ നടന്നില്ലല്ലോ, നടക്കട്ടെ. हम बोलते कि अभी तक हुआ तो नहीं है, होने दो. പക്ഷെ ബാക്കിയുള്ള ദേശക്കാരെല്ലാം ഒക്കെ പ്രസംഗിച്ചാൽ മാത്രം മതി, അവരങ്ങ് വിശ്വസിക്കുക. अगर हम और कोई देश में जाकर बोले तो ये होने वाला है तो वो सारे विश्वास कर लेते हैं एक समय. മരിച്ചു വന്നതിന് ശേഷം, യേശു ഉയർത്തെഴുന്നതിന് ശേഷം തോമസ് മാത്രം മൂലയിൽ നിൽക്കുകയാണ്. जब यीशु मसीह वापस दुनिया में आए तब थॉमस एक जगह पे बैठा हुआ था. ബാക്കി ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, എടാ നീ മാത്രം എത്ര മൂലയിൽ ഇങ്ങനെ തൂക്കി നിൽക്കുന്നേ, വാ യേശു ആടാന്ന് പറഞ്ഞു. उसने बाकी चेलों ने बोला कि थॉमस वो यीशु मसीह है, तुम आकर देख. തോമസ് പറഞ്ഞു, ഇല്ല ഞാൻ തൊട്ട് നോക്കിയില്ലേ വിശ്വസിക്കുന്നു. थॉमस ने बोला कि मैं छू कर देखूंगा तभी मैं विश्वास करूंगा. ദൈവമക്കളെ, ഇവിടെ ശിഷ്യന്മാരുടെ ആ സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. वहाँ पे चेले के जो स्वभाव है उनके बारे में बताया. നമ്മുടെ യേശു നമ്മളോട് കൂടി ഉണ്ട്. यीशु मसीह जो है हमारे साथ है. അപ്പൊ സാഹചര്യം ഏതായിരുന്നാലും അത് നമുക്ക് അനുകൂലമാക്കി തരുമെന്നുള്ളൊരു വിശ്വാസം അവർക്കില്ലാതെ പോയി. वो अभी तक विश्वास नहीं करे, जो भी कैसे भी प्रॉब्लम्स हो उसे खुदा बदल सकता है. എന്നാൽ ഇവിടെ നോക്കുക, यहाँ पे देखो യേശു ശിഷ്യന്മാരുമായി വരുന്ന ആ ഇൻഫർമേഷൻ കേട്ട ഉടനെ जब यीशु मसीह उसके चेले वहाँ पे आ रहे, जब उन्होंने सुना, മാർത്ത ആ ഗ്രാമത്തിന്റെ എൻട്രൻസിൽ വന്ന് നിൽക്കുക. जो मार्था थे वो उस गांव के जो एंट्रेंस है वहाँ पे खड़ा होता है. ഇത്രയും സ്നേഹിച്ച് ദൈവത്തെ, യേശുവിനെ സ്നേഹിച്ചു, യേശുവിന്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുത്തു. യേശു 4 ദിവസം കഴിഞ്ഞ് താമസിച്ച് വരികയാണ്. എന്നാലും യേശുവിനെ സ്നേഹിച്ച മാർത്ത യേശു വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിന്റെ എൻട്രൻസിൽ വന്ന അവൾ യേശുവിനെ എതിരേൽപ്പാനായിട്ട്. यीशु मसीह जब आ रहे सुना तो मार्था जो उस गांव के एंट्रेंस है वहाँ पे जाकर खड़ी होती है, क्योंकि वो बहुत प्रेम करती थी यीशु मसीह से. നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേ? अगर हम होते तो क्या होते? വന്നേക്കുവാ ഇപ്പൊ 4 ദിവസം കഴിഞ്ഞ്. हम बोलते हैं 4 दिन के बाद आ रहे हैं. മുഖമെല്ലാം തൂക്കി വെച്ച്. हमारे मुंह सब अलग हो जाते हैं. നമ്മളായിരുന്നെങ്കിൽ വേറെ ആരെല്ലാം പറഞ്ഞു, നീ വേണേ പോയി ഒന്ന് സംസാരിച്ചോടി, നീ വേണേ പോയി വെള്ളം കോരി, ഞാൻ പോകത്തില്ല അങ്ങോട്ട്. बोलेंगे कि वो तो लेट होकर आए हो. ഇത്രയും അടുത്തിരുന്നിട്ട് ഈ മനുഷ്യനൊന്ന് വരാമായിരുന്നല്ലോ. इतना पास में थे वो हमारे पास आ सकते थे. അത്ഭുതമൊന്നും ചെയ്തില്ലെങ്കിലും അന്നേരം ഒന്നൊരു ആശ്വാസവാക്കെങ്കിലും പറയാമായിരുന്നു. अगर वो हमारे पास आते तो हमें कोई अच्छी बात तो बोलते हैं. ഇപ്പൊ വന്നേക്കുവാ വലിയ ശിഷ്യന്മാരെ പൊക്കിക്കൊണ്ട്. अभी यीशु मसीह आए, अपने चेलों के लेकर आए. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ अगर तेरा विश्वास ठीक है, മാർത്ത ഒരു മാലയുമായിട്ട് പോയി നിന്ന് കാണും. अगर विश्वास ठीक है, माता जो है एक हार के साथ वहाँ पे चला गया. എന്റെ യേശു വരുന്നു. मेरा यीशु मसीह आ रहे हैं. അവൾ മേൽ യേശുവിന്മേൽ അത്രമാത്രം സ്നേഹം വെച്ചിരുന്നു. वो अपने यीशु मसीह पर उतना विश्वास और उतना प्रेम करती थी. ആ വേർഡ് വെരി സീരിയസ് ആയിട്ട് വേർഡ്. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. जो माता है वो यीशु मसीह के पास पहुंचती है. यीशु आ रहा करके सुनकर यीशु मसीह को अपनाने के लिए उस गांव का पास जाकर खड़ी हुई. അതാണ് സ്നേഹം.
वही है जो है प्रेम। ഏത് സാഹചര്യം വന്നിരുന്നാലും എന്റെ യേശു ഒരു അത്ഭുതം എനിക്ക് ചെയ്യും क्या कुछ भी मुसीबत में जिंदगी में आ जाए पर खुदा जो है मेरे लिए अद्भुत काम എന്നുള്ള करेगा। ഒരു വിശ്വാസം നമുക്കുണ്ടോ? वो विश्वास की हमारी जिंदगी ആ में है। വിശ്വാസത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. और उस विश्वास से खुदा काम करता है। വിശ്വാസം നമുക്കില്ലെങ്കിൽ ദൈവം ഒന്നും പ്രവർത്തിക്കത്തില്ല. अगर विश्वास नहीं है तो खुदा नहीं काम कर सकता। ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്? हमारा विश्वास किस प्रकार है? നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കട്ടെ, हमारी जिंदगी में कुछ भी आ जाए, യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നുള്ള വിശ്വാസം. यीशु मसीह हमारे लिए कुछ भी कर सकते हैं, वो विश्वास। ഇപ്പോൾ എൻട്രൻസിൽ വന്ന ഉടനെ യേശു പ്രസംഗം സ്റ്റാർട്ട് ചെയ്തു. जो एंट्रेंस में जब आए तो यीशु मसीह अपना मैसेज शुरू किया। എന്താണ്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അതാണ് വിശ്വാസം. हालेलुया। वहाँ पे लिखा हुआ है यीशु में वो माता बोलती है कि अगर तू अभी भी खुदा से बात करे तो मेरे अभी भी अद्भुत काम हो सकता है। വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. विश्वास जो है जो हमने जो देखा नहीं है उस पर विश्वास कर कर हम लेते हैं। आशा की हुई वस्तुओं के निश्चय और अंधे की वस्तुओं की प्रमाण है विश्वास। हालेलुया। ओ ആശിക്കുന്നതിന്റെ ആശിക്കുന്നതിന്റെ ഉറപ്പും നാം ഏത് കാര്യം ആഗ്രഹിക്കുന്നു ആശിക്കുന്നു അത് കൺഫേം ചെയ്യുക. जो भी हम आशा करते हैं उसके ऊपर हम पूरी तरह से हम उस पर विश्वास करें। അത് കണ്ടില്ല, हमने देखा नहीं, വന്ന് ഭവിച്ചെങ്കിലേ നമുക്ക് കാണുവാൻ സാധിക്കും. हमें जिंदगी में आए तभी കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, देखा नहीं उस पर അതാണ് വിശ്വാസം. और वो है जो विश्वास। നാം വിശ്വസിക്കുന്നുണ്ടോ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും? हम क्या विश्वास करते हैं खुदा यीशु मसीह हमारे लिए अद्भुत काम करेगा? മാർത്ത അതാണ് യേശുവിനോട് പറയുന്നത്. वही माता जो बोलता है यहाँ पे, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുകയാണ്. और यीशु मसीह बोलते हैं कि तुम्हारा जो भाई है वो मृत्यु में जय पाएगा। മാർത്ത പറയും, ആ ദൈവ സ്വാമി യേശുവേ, ആ ഒടുക്കത്തെ നാളിൽ അവനും ഉയർത്തെഴുന്നേൽക്കും. और वो माता बोलते कि हाँ अंत काल में वो भी जी उठेगा। യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും. यीशु मसीह बोलते कि मेरे द्वारा ही वो जिंदा होगा। നീ വിശ്വസിക്കുന്നുവോ? क्या तू विश्वास करता है? ശിഷ്യന്മാര് മൂലയ്ക്ക് നിന്ന് പറഞ്ഞു കാണും, ഈ മനുഷ്യൻ എവിടെ പോയാലും പ്രസംഗം മാത്രമേ ഉള്ളൂ. चेहरे हमेशा बोलते हैं जहाँ भी जाते हैं वो प्रचारक है। वो വന്ന് എന്തെങ്കിലും അങ്ങ് ചെയ്താ പോരെയോ? वहाँ पे जाकर कुछ कर तो ले। ചെയ്യാതെ ചുമ്മാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. वो हमेशा प्रचार करता रहता है। ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിലും നോട്ടമല്ല എവിടെന്നെങ്കിലും കല്ലേറ് വരുന്നു എന്നാ. वो हमेशा अगर चेला है उनके साथ है वो भी हमेशा देखते कहीं से किसी ने कोई मारेगा तो नहीं। നമ്മുടെ എല്ലാവരും സംശയം അങ്ങനെ. പല സാഹചര്യങ്ങളിലും എന്തെല്ലാം പ്രവാചകന്മാര് പറഞ്ഞാലും പാസ്റ്റർമാര് പറഞ്ഞാലും ഡോക്ടർ പറഞ്ഞാലും അവിശ്വാസത്തിന്റെ കൂമ്പാരവും നമ്മുടെ ജീവിതത്തിൽ. हम कोई भी हमारे साथ आकर हमारा कोई भी वायदा दे कुछ भी दे तो तभी हमारे अंदर डाउट है। ദൈവമക്കളെ, യേശു അവരുടെ വിശ്വാസം കണ്ട് കണ്ണുനീര് വാർത്തുകയാണ്. और यीशु मसीह उनके विश्वास को देखा। ഈ പുതിയ നിയമത്തിലും യേശു രണ്ടിടത്ത് മാത്രം കണ്ണുനീർ വാർത്ത സ്ഥലം. वहाँ पे जहाँ वचन में जब 2 बार यीशु मसीह रोए थे। ഒന്ന് ലാസറിന്റെ കല്ലറയില്, एक तो जहाँ पे लाजर मरा हुआ था। മാർത്തയുടെയും മറിയയുടെയും വിശ്വാസം കണ്ട് मार्था और मरियम के जो विश्वास को देखा। ഇത്രയെല്ലാം സംഭവിച്ചിട്ടും എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ. इतना सारा जिंदगी में सब कुछ हुआ फिर भी वो विश्वास मुझसे करता है। അവിടെ വിശ്വാസം കണ്ടവൻ കണ്ണുനീർ വാർത്തു. उनका विश्वास को देखकर यीशु मसीह रोए। രണ്ടാമത് യേശു എവിടെയാണ് കരഞ്ഞത്? दूसरी बार यीशु मसीह कहाँ पे रोए? ആ തോട്ടത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വന്ന വിയർവുത്തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. गार्डन में वहाँ पे जब यीशु मसीह जब अपने अंतिम प्रार्थना में वो रोए थे। ദൈവമക്കളെ, യേശു നമ്മുടെ വിശ്വാസത്തെ കണ്ട് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുക. वो यीशु मसीह जो हमारे विश्वास को देख कभी भी रो रहे हैं। നമുക്ക് വേണ്ടി പിതാവിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. वो पिता से हमारे बारे में बोलते जा रहे हैं। നമുക്ക് വേണ്ടി പരിന്ത് പേശി റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം वो हमारे और खुदा के बीच में रेकमेंड कर रहे हैं। ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. हमारे विश्वास के डीप डेप्थ में സാഹചര്യം എന്തായിരുന്നാലും യേശു എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്
എന്നുള്ള വിശ്വാസം. कोई भी मुसीबत में, कोई भी जिंदगी में परेशानी, उसके बीच में खुदा काम कर सकता है। യേശു ലാസറിനെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. यीशु ने लाजर को जी उठाया। ഈ നാലാമത് വന്ന് ഈ അത്ഭുതം ചെയ്തതിനൊരു പരമ രഹസ്യമുണ്ട്. चौथा दिन आकर उसने खुदा ने उनको जी उठाया, इसके पीछे एक कारण है। ഈ അത്ഭുതത്തിന് മുമ്പ് നായി നഗരത്തിൽ യേശു ഓൾറെഡി ഒരു മരിച്ചുപോയ കുഞ്ഞിനെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. वहाँ पे 4 दिन से पहले वहाँ पे दूसरे नगरी में जाकर उसने वहाँ पे एक बच्चे को जी उठाया। എന്നാൽ യഹൂദന്മാരുടെ വിശ്വാസം ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം 3 ദിവസം അവന്റെ ശരീരത്ത് ആ ജീവന്റെ ആത്മാവ് ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. वहाँ पे यूदों का विश्वास ये है कि 3 दिन में अगर कोई मरे तो उसके आत्मा उसके वापस आ सकते हैं। അതുകൊണ്ട് അവിടെയുള്ള യഹൂദന്മാർ അത് വിശ്വസിച്ചില്ല. और तो उन्होंने विश्वास नहीं किया कि वो बच्चा जी उठा है। അതുകൊണ്ടാണ് ദ ഹിസ്റ്റോറിക്കൽ മിറാക്കിൾ ചെയ്യുവാൻ യേശു അധികമായി സ്നേഹിച്ച, യേശുവിനെ അധികമായി സ്നേഹിച്ച ഈ കുടുംബത്തിൽ യേശു താമസിച്ചു വന്ന് ഈ അത്ഭുതം ചെയ്തത്. तभी यीशु मसीह ने जो चौथा दिन वहाँ पे जो इतिहास का एक बड़ा अद्भुत काम वहाँ पे किया। നിന്റെയും എന്റെയും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് താമസിച്ച് അത്ഭുതം നടക്കുന്നത്? तो हमारे तेरी जिंदगी में इतना देरी में क्यों अद्भुत काम हो रहा है? ഹിസ്റ്റോറിക്കൽ മിറാക്കിൾ ചെയ്യും. हिस्ट्री होगा, वो इतिहास होगा। എന്നെയും നിങ്ങളെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന, അവമാനിച്ചു കൊണ്ടിരിക്കുന്ന ലോക ജനത കണ്ട് അത്ഭുതപ്പെടുവാൻ, ഇവരുടെ ദൈവമേ ദൈവമെന്ന് ഏറ്റു പറയുവാൻ അവൻ താമസിച്ചാലും അവൻ അത്ഭുതത്തെ ചെയ്യും. चिंतित कर रहे हैं, अगर परेशानी कर रहे हैं, पर उसके बीच में खुदा काम करेगा, वो उसका अपने टाइम में काम करेगा। 10 വർഷം എനിക്ക് മക്കളില്ല. 10 साल तक मुझे बच्चे नहीं थे। എന്നാൽ ഈ 10 വർഷത്തിന് ഉള്ളിൽ എത്രയോ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളുണ്ട്. और 10 साल में मेरे बाकी लोगों से प्रार्थना की, उनको बच्चे हुए। 3 കുടുംബത്തിന് ഡബിൾ കുഞ്ഞുങ്ങൾ വന്നു. 3 घर वालों को 2 बच्चे एक साथ आए। എന്നാൽ 10 വർഷം ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. पर 10 साल तक मुझे बच्चे नहीं थे। अनेक जो फादर आपका बच्चा कहाँ है? मैं बोला चेन्नई में पढ़ता है. എന്നാൽ 10ാമത് വർഷം ദൈവം ഞങ്ങൾക്ക് ഒരു മോനെ തന്നു. 10 साल में मुझे एक बेटा दिया। ദൈവത്തിനറിയാം നമുക്ക് എപ്പോ ഏത് തരണമെന്ന്. और खुदा जानता है कि कब ഈ क्या देना 10 വർഷം ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നാൽ അവനെ വളർത്തുവാൻ സാധിക്കില്ല. 10 साल में अगर हमें बच्चे दे तो हमें उनको बढ़ाने के लिए कोई चारा नहीं था। ആദ്യം ഞങ്ങളുടെ ജീവൻ ആപത്ത്. एक तो हमारी जिंदगी एक मुसीबत में थे। രണ്ടാമത് മൺവീടുകളിൽ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നു. हम छोटे वाले घर में रहते थे। मट्टी के घर में रहते थे, झोपड़ी में. मट्टी का घर जो झोपड़ी में रहते थे. മാത്രമല്ല ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ജീവിച്ചു. वहाँ पे कोई भी इलेक्ट्रिसिटी भी नहीं था। എന്തും എപ്പോഴും സംഭവിക്കാവുന്ന സ്ഥലം. कुछ भी हो सकता है। എന്നാൽ പാട്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോയപ്പോൾ ദൈവം ആ കുഞ്ഞിനെ തന്നു. जब पटना जो कैपिटल सिटी वहाँ पे जब गए तो खुदा ने हमें बच्चा दिया। 10 വർഷം ശേഷം ലഭിച്ച ആ കുഞ്ഞ് 10 കുഞ്ഞുങ്ങളുടെ വർക്ക് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 साल के बाद जो बच्चा हुआ वो 10 लोगों के काम करता है। 14 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാൽ 20 വയസ്സുള്ള കുഞ്ഞു മാതിരി തോന്നിക്കും. 14 साल का बच्चा अभी 20 साल का बच्चे जैसे लगता है। നല്ലൊരു മ്യൂസിഷ്യനാണ്. वो अच्छे तरह से गाना गाता है। ചിൽഡ്രൻ ചർച്ച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. बच्चों के चर्च को वो लीड करता है। ഞായറാഴ്ച ആരാധന അവനാണ് കീബോർഡ് പ്ലേ ചെയ്ത് ലീഡ് ചെയ്യുന്നത്. वो संडे जो है वो वर्शिप लीड करता है। ഗ്രാമ സുവിശേഷീകരണത്തിന് ഒരു യൂത്ത് ടീമിനെ തന്നെ അവൻ ഉണ്ടാക്കി वो വെച്ചിട്ടുണ്ട്. गांव में जाके यूथ टीम बनाया है। 10 വർഷത്തിന് ശേഷം ദൈവം കൊടുത്ത കുഞ്ഞ്. 10 साल के बाद वो बच्चा मुझे ദൈവത്തിന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എന്റെയും നിന്റെയും കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ദൈവം അതാണ് പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിച്ച നമ്മുടെ ദൈവം നമുക്കൊന്നും തിന്മയ്ക്കായി ചെയ്യത്തില്ല, നന്മയ്ക്കായി ചെയ്യുന്നു. നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം. 3 വർഷത്തിന് മുമ്പ് ഊട്ടി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുവാൻ അവൻ അഡ്മിഷൻ ലഭിച്ചു. 3 साल पहले वो ऊटी इंटरनेशनल स्कूल में उसको एडमिशन मिला। പാട്നയിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. पटना के डॉन बॉस्को स्कूल में वो पढ़ा। ബീഹാറിലെ കിഡ്നാപ്പിംഗ് ഒരു ബിസിനസ് ആണല്ലോ. अब जो बिहार में जो किडनैपिंग बिजनेस है, എന്റെ മോൻ സ്കൂളിൽ പോകുന്ന അവിടെയുള്ള എല്ലാ സ്കൂൾ ബസ്സിലും ചെറിയൊരു പിസ്റ്റോൾ കൊണ്ട് ഒരാള് മഫ്റ്റിയിൽ എപ്പോഴും എല്ലാ സ്കൂൾ ബസ്സിലും ഉണ്ടായിരിക്കും. हर एक स्कूल बस में एक आदमी जो उसके पिस्टल हाथ में रखकर जाते हैं। എന്നിട്ടും അതേ ബസ്സിൽ നിന്ന് 5 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. और फिर भी 5 साल पहले एक बच्चे को किसी ने किडनैप कर। ഈ വാർത്തകൾ കേട്ട് ഊട്ടിയിലുള്ള ഒരു വലിയ തേയിലത്തോട്ടത്തിന്റെ ഓണർ എനിക്ക് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, പാസ്റ്റർ ജേക്കബ്, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്ത് ഞാൻ പഠിപ്പിച്ചോളാം. ऊटी से जो एक बहुत बड़ा बिजनेसमैन था, उसने आकर बुलाया मुझे कि मैं तेरे बच्चे को इधर भेज, मैं तुझे स्पॉन्सर। ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂളാണല്ലോ ഊട്ടി ഇന്റർനാഷണൽ സ്കൂൾ. इंडिया का सबसे
बड़ा स्कूल है ऊटी इंटरनेशनल। ഞാനും എന്റെ വൈഫും വളരെ സന്തോഷിച്ചു. मेरे जो बीवी है बहुत खुश हुए। ഞങ്ങൾ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിരിക്കുക. मैंने अपने बच्चों को बुलाकर बोला कि एक अच्छा एक अपॉर्चुनिटी അവിടെ പോയി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം പീസ്ഫുൾ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും. तो अगर वहाँ पे जाकर पढ़ेगा तो हम पीसफुल होकर यहाँ पे खुदा का काम कर सकते हैं। എന്നാൽ അവൻ പറഞ്ഞു, നോ ഡാഡി, അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയരുത്, എന്റെ അടുത്ത് പറയരുത്. उसने बोला कि डैडी ऐसे मत बोलना मुझसे। എന്തെന്നാൽ ഈ ദേശത്തെ കുറിച്ച് ദൈവം എനിക്കൊരു ദർശനം ചെറിയ വയസ്സിൽ തന്നെ തന്നു. इस देश के बारे में दर्शन जो मुझे छोटी सी उम्र में ही खुदा ने मुझे दिया। ആ സാക്ഷി ഞാൻ നാളത്തെ പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നു. कल मैं उसके बारे में वो गवाही जो मैं कल എന്നെയും വൈഫിനെയും ജയിലിലെ അറസ്റ്റ് ചെയ്ത് സെല്ലുകളിലാക്കിയപ്പോൾ എന്റെ കുഞ്ഞ് മാത്രം തനിയെ ഒരു വീട്ടിൽ 3 ദിവസം താമസിച്ചു. मेरा बच्चा जब हम दोनों को जब जेल में डाला लोगों ने, तो मेरे बच्चे 3 दिन किसी के घर पे रहा। मेरा ही घर में अकेले थे वो। ആ 3 ദിവസം ദൈവം അവനോട് സംസാരിച്ചു. और 3 दिन खुदा ने उससे ബീഹാറിലുള്ള ഗ്രാമങ്ങളെ കുറിച്ചുള്ള ദർശനം ദൈവം അവന് കൊടുത്തു. और बिहार के बारे में जो दर्शन പറഞ്ഞു, അന്ന് ദൈവം എന്നോട് സംസാരിച്ചു നിങ്ങൾ ആ സെല്ലുകളിലായിരുന്നപ്പോൾ. उसने बोला कि जब आप दोनों उस सेल में थे तो खुदा ने मुझसे बात की 3 दिन। ഞാൻ വലിയവനായതിനു ശേഷം ബീഹാറിന്റെ ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കും. जब मैं बड़ा होऊंगा तो इस पूरे बिहार में खुदा को सारे लोग जानेंगे। അതുകൊണ്ട് +2 വരെ പഠിക്കാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പഠിക്കാൻ പോയാൽ ആരാണ് ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ഈ ക്രൂസൈഡുകളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ പഠിക്കും, ദൈവം എന്നെ സൂക്ഷിക്കും. उसने बोला कि मैं अभी ऊटी नहीं जाऊंगा, मैं यहीं पे रहूंगा, क्योंकि खुदा कौन वर्शिप लीड करेगा, कौन ये क्रूसेड लीड करेगा। ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്രകാരം ഈ നാളിൽ വളർത്തിക്കൊണ്ടിരിക്കും? हम अपने बच्चों को कैसे बढ़ा रहे हैं? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു ദർശനമുണ്ടായി. हमारे बच्चों के लिए दर्शन है। നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദർശനത്തിൽ നമുക്ക് വളർത്തണം. हमें बच्चों को इस दर्शन में हमें बढ़ाना है। നമുക്കറിയാമോ ഇസ്ലാമിയ കുഞ്ഞുങ്ങളെ അവരെങ്ങനെയാണ് വളർത്തുന്നത്? हम जानते हैं इस्लाम के जो बच्चे हैं उनको कैसे उन लोग बढ़ाते हैं। ഖുർആൻ അവരുടെ ജീവിതത്തിലെ സെറോക്സ് ചെയ്ത് ഒട്ടിച്ചു വെച്ചേക്കുക. जो कुरान जो है उनके जिंदगी में एक फोटोकॉपी जैसे जेरोक्स जैसे നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. हमारे बच्चे हमारे यीशु मसीह के बारे में, हमारे जिंदा खुदा के बारे में जानना है। നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. खड़े होकर खुदा के लिए प्रकाशन होना है। അവർ ഭൗതികമായി ജോലി ചെയ്യട്ടെ, എന്നാലും യേശുവിനെ കുറിച്ചൊരു വൈരാഗ്യം അവർക്കുള്ള വരണം. वो इस दुनिया में काम करे, पर खुदा के लिए जो एक ज़ील होना चाहिए। തിരുവചനം അവർ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കണം. और बचपन से ही वो इस वचन को पढ़ें। സാഹചര്യങ്ങളെ നോക്കി നാം യേശുവിനെ തുലനം ചെയ്യേണ്ട ആവശ്യമില്ല. സാഹചര്യം ഏതായിരുന്നാലും നമ്മുടെ ദൈവം നമ്മളോട് കൂടിയാണ്. कैसे भी हमारा जो सिचुएशन हो, तभी खुदा यीशु मसीह हमारे എന്നെയും നിങ്ങളെയും വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും എന്തിനാണ് ദൈവം? हमें यीशु मसीह ने क्यों बुलाया है? അവന്റെ നിത്യരാജ്യത്തിലെ പ്രവേശനം നമുക്ക് ലഭിക്കും. हमें वो अनंत काल के जीवन प्राप्त करें। എപ്പോഴും ദൈവത്തോട് വസിക്കുവാൻ. हम यीशु मसीह हम खुदा के साथ हमें इसलिए वास करें। ഇന്ന് നമ്മൾ മരിച്ചാലും നമ്മുടെ ആത്മാവ് യേശുവിനോട് കൂടി. अगर आज हम मरे तो हमारे जो आत्मा है यीशु मसीह के साथ रहेगा। ഓ യുഗാനുയുഗമായി അവനോട് കൂടെ വസിക്കണം. युग तक हम यीशु मसीह के साथ रहेंगे। ഈ വിശ്വാസം ക്രിസ്ത്യാനികളായ നമുക്ക് മാത്രമേ ഉള്ളൂ. वो जो विश्वास जो हम जो क्रिश्चियन लोग हैं उनके साथ ही है, उनके पास ही है। ആ പ്രത്യാശയോത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. जो विश्वास खुदा ने दिया उस पर उसको सुनकर हम आगे बढ़े। ഇന്ന് രാത്രികാലം നാം ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിത്തീരാം. हम खुदा के लिए बहुत बड़ा काम करने वाले बन जाए। യേശു എപ്രകാരമുള്ള ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ മനസ്സിലാക്കി. यीशु मसीह कैसे वाला खुदा है, खुदा हमने आज वचन से पढ़ा। ഈ ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യും? इस खुदा के लिए हम क्या कर सके? നമ്മുടെ ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം എന്തിനാണെന്നറിയാവോ? खुदा ने हमें क्यों बुलाया है? ഈ ലോകം വരാൻ പോകുന്ന വലിയ ആപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ. क्योंकि इस दुनिया में जो घटने वाला है उसमें से जो हमें दूसरों को हटाने के लिए। അവസാനമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. मत्ती 26 में आए। യേശു ക്രിസ്തുവിന്റെ പ്രവചന ശുശ്രൂഷയുടെ അന്ത്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോടും അവരെ വിശ്വസിക്കുന്ന ജനത്തോടും പറഞ്ഞിട്ട് പോയ പ്രവചന പുസ്തകമാണ് 24-ാം അധ്യായം. जो मत्ती 24 है, जो खुदा जब जाने से पहले स्वर्गग्रहण करने से पहले बोला हुआ वो वचन है। അതിന്റെ 21-22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 21 से 22 पढ़े तो
ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുന്നതുമായ വലിയ കഷ്ടം സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇവിടെ എഴുതിയിരിക്കുന്നു ലോകാരംഭം മുതൽ അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ആണ് ദൈവം നമ്മെ അറിയിക്കുന്നത്. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ആ വലിയ കഷ്ടം അന്നുണ്ടാകും. എന്നുണ്ടാകും? ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ദൈവം ആ കഷ്ടം, കർത്താവിന്റെ വരവ് അടുത്തതിനാൽ ആ കഷ്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. खुदा का आगमन बहुत निकट है और जो वचन में लिखा है वैसे ही कुछ होता जा रहा है. വലിയ കഷ്ടങ്ങൾ അന്നുണ്ടാകും. वहाँ पे बहुत जो अंतकाल में बहुत बड़ा प्रॉब्लम्स होगा. പക്ഷെ ആ നാളുകൾ ചുരുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? अगर वो छोटा होना है, वो टाइम छोटा होना है तो क्या करना है? ഇവിടെ എഴുതിയിരിക്കുന്നു വൃതന്മാർ നിമിത്തം जो लोग खुदा में हैं ആ നാളുകൾ ചുരുങ്ങും. वो खुदा के लोगों के कारण वो छोटा होगा. ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം അതിന്റെ വേറെ ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. यहाँ पे जो हिंदी और इंग्लिश में डिफरेंट लिखा हुआ है. चुने हुए लोगों के द्वारा എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം. ഇംഗ്ലീഷിലും വെരി ക്ലിയർ. ഇംഗ്ലീഷിൽ വായിക്കാൻ നമുക്കത് verse 22. And unless those days were shortened, no flesh would be saved. But for the elect's sake. Selected. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കൊള്ളപ്പെട്ടവர்கள், चुने हुए लोगों के द्वारा. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ? നാം എല്ലാവരും. कौन है चुने हुए लोग? हम सब लोग. നമ്മളെ കൊണ്ട് ഈ ദിവസങ്ങൾ ചുരുങ്ങുവാൻ ദൈവം സാധിക്കും. हमारे द्वारा ये जो വരാൻ പോകുന്ന കഷ്ടം, വരാൻ പോകുന്ന ആപത്തുകൾ, ദൈവമക്കളെ, സുനാമി എന്ന് പറഞ്ഞത് ഒരു ചെറിയ കഷ്ടമാണ്. ലോകാരംഭം മുതൽ അറിയാത്തതും കേൾക്കാത്തതുമായ ഭയങ്കര സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ഓരോ കൺട്രിയിലും ദൈവം അത് നടത്തിപ്പിക്കാൻ പോവുകയാണ്. നാം എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കപ്പെട്ടവർ. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ നാളുകൾ ചുരുങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കണം. ആ കഷ്ടം വരാൻ പോകുന്ന ആ കഷ്ടത്തിന്റെ ദിവസങ്ങൾ ചുരുങ്ങുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമുക്ക് വായിക്കാം. അവസാനമായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് ദേശത്തെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു. दरार में खड़ा होकर प्रार्थना करे. ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിച്ചു, ഒരുത്തനെയും കണ്ടില്ല. രാത്രികാലം പറയാമോ, കർത്താവേ ഞാൻ ഈ കെന്റ് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനുണ്ട്. ഈ യുകെക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും കേൾക്കരുത് കർത്താവേ. സകല ജഡവും രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുക ദൈവമേ. ഒരു ആത്മഭാരത്തോടെ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എത്ര പേര് ഇന്ന് രാത്രികാലം പറയുവാൻ സാധിക്കാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഓ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാളുകൾ മതിയാക്കുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയും. ആ മനുഷ്യൻ ഞാനെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ സമർപ്പിക്കാമോ ഇന്ന് രാത്രി? യഹൂദ ജനത്തെ മുഴുവൻ
പോലും കൊന്നൊടുക്കുവാൻ ഡിക്ലെയർ ചെയ്യപ്പെട്ട ആ ഡിക്ലറേഷന്റെ മുന്നിൽ എസ്തേർ തന്റെ തോഴിമാരും മുഴങ്കാലിട്ടു. जब पूरे इस्राएल को मारने वाले थे तब एस्तेर और उनके जो उसके साथ लोग थे वो बैठकर प्रार्थना करने लगे. അവിടെ മൊർദെഖായി വന്ന് പറയുകയാണ്, നീ റാണിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുവെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഒരു രക്ഷ വരും. उसने बोला कि मोर्देखाई ने बोला कि अगर तू रानी है और तू प्रार्थना नहीं करेगी तो और किसी खुदा और कहीं किसी को भी बेच देंगे हमारे लिए. എസ്തേർ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. एस्तेर ने वो जो रिस्पांसिबिलिटी अपनी ओर ली. അവള് പറഞ്ഞെന്നാൽ ഞാൻ മരിച്ചാലും മരിക്കട്ടെ, अगर मैं मरूं तो मरने दो. രാജാവിന്റെ ഓർഡർ ഇല്ലാതെ രാജാവിന്റെ തിരുമുമ്പിൽ ചെല്ലുവാൻ അനുവാദമില്ല. राजा के पास बिना उसके ऑर्डर के बिना मैं वहां पे नहीं जा पाऊंगी. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. वो 3 दिन के लिए उपवास और प्रार्थना की. അവൾ പറയുകയാണ്, എല്ലാ യഹൂദന്മാർക്കും പറയാം 3 ദിവസം ഉപവസിക്കുക. उसने बोला कि 3 दिन सारे यहूदी लोग हैं वो प्रार्थना और उपवास में रहे. ഞാനും എന്റെ തോഴിമാരും 3 ദിവസം ഉപവാസം ചെയ്യുക. मेरे दासी लोग हैं जो हम भी उपवास में रहेंगे. ഞാൻ മരിച്ചാലും മരിക്കട്ടെ, ഞാൻ രാജാവിന്റെ സന്നിധാനത്തിൽ ചെന്ന് നിൽക്കും. मैं मरूं तो मरने दे पर मैं राजा के पास जाऊंगी. ദൈവമക്കളെ, നടന്ന സംഭവം നമുക്കറിയാം. हम जानते कि क्या हुआ. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുകുമരം ഹാമാന്റെ തലയിൽ വീണു. जो मोर्देखाई के लिए बनाया हुआ जो मरने वाला मरने के लिए जो रखा हुआ था वो हामान की ओर आ ഈ गया. ഉപവാസ പ്രാർത്ഥനയ്ക്കും നിനക്കും വിരോധമായി എഴുന്നേൽക്കുന്ന ആയുധങ്ങൾ സഫലമാകുവാൻ പോകും. जो भी करेगा जो करे हुए सारे जो शैतान के चाल वो सब हटने वाला है. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. जो भी प्रार्थना की उसके ऊपर खुदा का काम हो चुका है. ഞാൻ അല്പനേരം വിശ്രമിക്കുവാനായി കിടക്കുകയായിരുന്നു. मैं थोड़ा टाइम के लिए विश्राम करने കഴിഞ്ഞ 4 മാസം റെസ്റ്റ് ഇല്ലാതെ ശുശ്രൂഷ. 4 महीने तक पूरा मिनिस्ट्री था. പകൽ എങ്ങും വിശ്രമിച്ചിട്ടില്ല. कभी भी जाकर विश्राम नहीं किया. എന്നാൽ വിശ്രമിക്കാൻ എനിക്ക് ഒരു അരമണിക്കൂർ കിട്ടിയതായിരുന്നു. आधा घंटे तक मैं विश्राम के लिए എന്നാൽ എന്നെ കൊണ്ട് ഉറങ്ങുവാൻ സാധിച്ചില്ല. पर ദൈവം मैं सो नहीं पाया. ഇവിടെ ദേവദാസൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. मैं जब प्रार्थना करे तो सब कुछ मैं सुन रहा था. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, पर पवित्र आत्मा ने मुझसे कहा ഈ പ്രാർത്ഥന ഞാൻ കേൾക്കാൻ പോകുകയാണ്. और मैं ये प्रार्थना सुनने वाला हूँ. ഈ സ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ മറുപടി കൊടുക്കുവാൻ जो പോകുന്നു. भी प्रार्थना यहाँ पे हो रहा है उसका सारा जो आंसर मैं देने वाला हूँ. 2014 നഷ്ടങ്ങളെ ദൈവം 2015 പ്രവേശിക്കുന്നതിന് മുമ്പ് അത് ലാഭമാക്കി തരുവാൻ പോകുകയാണ്. 2014 में जो भी नष्ट हुआ है वो उसे खत्म होने से पहले सब कुछ वापस मिलेगा. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ സകല പ്ലാനുകളെയും പൊട്ടിച്ച് ദൈവം തന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിച്ചാൽ മാത്രം മതി. ഇന്ന് രാത്രികാലം അതാണ് ദൈവം സംഭവിക്കാൻ. वही पूजा काम करने वाला है. ഞാൻ ഇടിവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, पिता से बोलो कि मैं ദേശത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. प्रार्थना करूंगा. ഓ, എന്നെ നീ വിശ്വസിച്ചാട്ട് കർത്താവ്. पिता मुझ पर विश्वास करो. കഴിഞ്ഞ കാലങ്ങളിൽ പോലെ ഞാൻ ഇനിയും പ്രാർത്ഥിക്കത്തില്ല. जैसे पहले प्रार्थना करते वैसे नहीं करूंगा. ഇനിയും എന്റെ പ്രാർത്ഥന നിന്റെ രാജ്യം ഈ ഭൂമിയിൽ വെളിപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. प्रार्थना ये कि तुम्हारा खुदा तेरा राज्य इस दुनिया में आए. ഇന്ന് രാത്രികാലം നമുക്കത് സമ്മതിക്കാം. अब क्या हम अपना जिंदगी को विश्वास कर सकते हैं क्या? ഇയ്യോബിന്റെ പ്രാർത്ഥന ദൈവം എപ്പോഴാണ് കേട്ടത്? ईयोब का प्रार्थना कब खुदा ने सुना? അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി वो പ്രാർത്ഥിച്ചു. अपने दोस्तों के लिए प्रार्थना किया. എല്ലാം നഷ്ടപ്പെട്ടവനായി वो सब कुछ नष्ट हो गया तो उसकी जिंदगी में. അവന്റെ ശരീരവും പോലും നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ. और उसका शरीर भी नष्ट होने वाला है. വ്രണങ്ങളാൽ പുഴുക്കളാൽ നിറഞ്ഞ ശരീരത്തോടെ അവൻ ഇരിക്കുമ്പോൾ उसका पूरा शरीर नष्ट होने वाले थे. അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. वो अपने दोस्तों के लिए प्रार्थना करने शुरू की. ദൈവവചനം പറയുന്നു, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ईयोब ने जब अपने दोस्तों के लिए प्रार्थना की, ഇയ്യോബിന്റെ സ്ഥിതി ദൈവം മാറ്റി. ईयोब की स्थिति उसी तरह से बदल गया. ഇന്ന് പകൽക്കാലം നാം അന്യോന്യം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. हम दूसरों के लिए प्रार्थना की खुदा ने सब कुछ सुना है. ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് ആൻസർ അയച്ചിരിക്കുകയാണ്. खुदा ने उत्तर दिया है. ഓ, ഈ 3 ദിവസത്തിനുള്ളിൽ ദൈവം കുടുംബങ്ങളിലെ തലമുറകളിലെ ദൈവം ചിലതെല്ലാം ചെയ്താൽ തുടങ്ങി കഴിഞ്ഞിരിക്കുക. घर के अंदर ഓ റബല ശങ്കര, ഭവനങ്ങളിൽ ചിലത് ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുക. ശരീരത്തിൽ ചില ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക.
ആവശ്യമില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആൻസർ അതാണ് ദൈവം. ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവരടുത്ത് ഓടി, എന്നാൽ നിന്നെ അന്വേഷിച്ച് ജനം വരുവാൻ പോകും. ഇതുവരെ ജോലി ചെയ്ത ഓഫീസുകളിൽ നാം അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്തു, എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ പോവുകയാണ് അവർ. എന്ത് വേണം നിനക്ക്? ഞാൻ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കാം, യേശുവിൽ വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം, പിതാവിൽ വിശ്വസിക്കാം. ഇന്ന് രാത്രികാലം അവർ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയോ? രോഗാവസ്ഥയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. മാനസികമായ നിരാശകളെ ദൈവം മാറ്റിയിരിക്കുക. നമുക്ക് വിശ്വസിക്കാൻ ദൈവം. എത്ര പേര് യേശുവിനെ വിശ്വസിക്കും? എന്നെ വിളിച്ച വിളിക്ക് അനുസരണമായി നടക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അധികം ശ്രമിപ്പി. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ചെയ്യാം. വലിയവനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ സഹായിക്കുമാർ. പരിശുദ്ധാത്മാവ് പിന്നെയും എന്നോട് പറഞ്ഞ കാര്യം, അനേകരുടെ ശരീരത്തിലെ രോഗങ്ങളെ ദൈവം സുഖമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ പ്രാപിച്ച് ഞായറാഴ്ച അനേകർ സാക്ഷി പറയാൻ പോകുകയാണ്. ദൈവം തന്റെ വചനത്തെ അയച്ചിരിക്കുക. ദൈവം തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.